എങ്ങനെയാണ് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു 3 വചനത്തിലൂടെ ഞാൻ കുറേ വചനത്തിലാണ് ഞങ്ങളെ ഡെയിലി ദൈവം നടത്തുന്നത്. എന്നാൽ എന്നെ ഓരോ ദിവസം കൂടെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്താ പറയണ്ടേ എനിക്ക് അറിയത്തില്ല, എനിക്കൊന്നും അറിയില്ല. ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക നിലവാരത്തിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 10 വർഷം ആന്ധ്രയിൽ മിഷണറി ആയിരുന്നാലും ഒരുപാട് അനുഭവത്തിലൂടെ എന്നെ ദൈവം നടത്തിയത്. അതിൽ ഞങ്ങളുടെ ഒരു മോന് കർത്താവിൻ്റെ അടുത്ത് ചേർക്കപ്പെട്ടു. എൻ്റെ ഭാഷ ഇത്ര ബുദ്ധിമുട്ടാണ്, മലയാളം അറിയത്തില്ല ശരിയായിട്ട്. ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരുക, ക്ഷമിക്കുക. സ്തോത്രം. എന്നെ ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ മാറ്റപ്പെടുന്ന സമയത്ത് എന്നോട് ദൈവം ഇടവിട്ട ഒരു വചനമാണ് കൊലോസ്യർ 3:3. ഒന്ന് വായിക്കാമോ? ആ കുഞ്ഞ് എൻ്റെ അടുത്തന്നെ മാറ്റപ്പെടുന്ന മുമ്പിൽ തന്നെ ഈ വചനമാണ് എന്നെ ബലപ്പെടുത്തിയത്. എൻ്റെ കുഞ്ഞ് എന്നെ വിട്ട് പോകുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഈ കുഞ്ഞ് പോകുന്നതിന് എനിക്ക് അന്വേഷിക്കേണ്ടി വന്നില്ല. ഞാൻ ആ മോനോട് ഒറ്റ വാക്ക് പറഞ്ഞു, മോനെ നീ കർത്താവിൻ്റെ അടുത്ത് പൊക്കോണോ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, ഹൃദയത്തിൽ ഒത്തിരി വേദനകൾ, വിഷമങ്ങൾ ഉണ്ടായി, ദുഃഖം ഇരിക്കുക. ഒരു അമ്മ, അത് ഒരു 15 മന്ത് ബേബിയാണ്, 15 മാസത്തിൻ്റെ കുഞ്ഞാണ്, പാൽ കുടിക്കുന്ന അവസ്ഥയാണ്. അവൻ ജനിക്കുമ്പോൾ തന്നെ ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കുഞ്ഞോട് ഞാൻ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ മുഖത്തിലേക്ക് നോക്കി, സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ മുഖത്തിലേക്ക് ഈ കുഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ അവിശ്വാസിയായ ഒരു അമ്മ കർത്താവിനടുത്ത് പൊക്കോ, നിനക്ക് അവിടെ കഷ്ടതയില്ല, പ്രയാസമില്ല, അപ്പം അമ്മ പെട്ടെന്ന് വന്നോളാം. ഇതാണ് അവനോട് ഞാൻ ആശ്വാസ വാക്കുകളെ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു. ജീസസിന് ഒരു സ്കൂളിൽ ആ സമയത്ത് ഞങ്ങൾ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നാലും സുവിശേഷ വില ചെയ്തു അവിടെ അങ്ങനെ ആയിരുന്നു ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഇവരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കർത്താവിനോട് പറയൂ, കർത്താവേ ഇവനുള്ളൂടെ നീ എന്താ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ എന്നെ പഠിപ്പിക്കണമേ, ഇങ്ങനെ ചോദിക്കൂ. എന്നിട്ട് ചില സിറ്റുവേഷനിൽ ദൈവം പഠിപ്പിക്കാൻ വരുമ്പോൾ ഞാൻ പഠിക്കാൻ തയ്യാറല്ല. ചിലരോട് കരുണ കാണിക്കണോ, ദയ കാണിക്കണോ, സ്നേഹിക്കണോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതുപോലെ അനുഭവം എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ആ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒളിഞ്ഞു മാറും. ക്രൂസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ക്രൂസിനെ വെറുക്കുന്നു. സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടുന്നു. ദൈവമേ എന്തിനീ കഷ്ടം, എന്നെ മാറ്റിത്തരണമേ എന്ന് പറയൂ. അതേ സമയത്തിൽ വചനം എന്തു പറയുന്നു? അവൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാകണമെന്നാണ് വചനം പറയുന്നത്. ഈ വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് പ്രതിസന്ധി വരുന്നു അപ്പം തന്നെ ദൈവമേ എന്തൊരു കഷ്ടമായത്. ഇതാണ് എൻ്റെ പരാതി. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യത ഒന്നുമില്ല. കൃപ മാത്രം, ദൈവത്തിൻ്റെ കൃപ മാത്രം എനിക്ക് ഉള്ളതാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യത ഇല്ലെന്ന് പറയുന്നത്, ഞാൻ ഉത്തരപ്രദേശം മരണത്തിലേക്ക് മടങ്ങി വന്നതാണ്. 2.5 വർഷമായി ഞാൻ ഒരു സ്ട്രോക്ക് വന്നിട്ട് സീരിയസ് ആയിട്ട് ആസ്റ്റർ മെഡിസിറ്റിൽ ചികിത്സിച്ച് ഇങ്ങനെ ജീവനോട് ഇപ്പോൾ ആയിരിക്കുന്നു. സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ മരിച്ചു, ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തു അല്ല, ക്രിസ്തുവിനോട് നമ്മുടെ ജീവൻ എവിടെ ആയിരിക്കുന്നു? ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എഫേസ്യർ 2-ാമത്തെ അധ്യായത്തിൽ 2 പറയുന്നത്, 4-ാമത്തെ വചനം വായിക്കാമോ? ആമേൻ. അപ്പം കൃപയാൽ അത്രയും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിക്രമത്താലും മറിച്ചവർ ഞങ്ങൾ കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും കൃപയാലാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് വളരെ സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ, ഇത്രയും ആൾക്കാർ ഈ ഒരു ഏരിയയിൽ കൂടി വരുവാൻ ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ്. മുന്നമേ കാണാത്ത ഒരാൾ ഇവിടെ വന്നിട്ടില്ല. മുന്നമേ വരാത്ത ഒരാൾക്ക് ഈ വചനം കേൾക്കാൻ പറ്റത്തില്ല.
ഇവിടെ ഇങ്ങനെ ആരാധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുന്നമേ കർത്താവ് ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ലോകസ്ഥാപന മുമ്പിലേ ഇവിടെ ഒത്തരെ കണ്ടിരിക്കുന്നതാ. ആ ലോകസ്ഥാപന എന്നെ മുമ്പിൽ എന്നെ കണ്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാം കർത്താവിൽ പ്രിയപ്പെട്ട മക്കളായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ദൈവം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കർത്താവ് ഞങ്ങൾക്ക് എൻ്റെ ബൈബിൾ കന്നഡ ആയതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സ്തോത്രം. ഞങ്ങളെ ജീവിപ്പിച്ചതല്ലാതെ ഒന്ന് 6 വായിക്കാമോ? ഇത് എഫെസ്യർ 6. സ്തോത്ര. കൃപയാൽ അത്രയും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മുന്നമേ എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ജീവൻ അവിടെ ആക്കി വെച്ചിട്ട് ഈ കുറച്ച് നാൾ ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ അവന് കൂടുതലായിട്ട് രുചിച്ച് അറിയുവാൻ വേണ്ടി തന്ന ആയുസിനായി നമ്മൾ സ്തുതിക്കേണ്ടതാ. ദിവസങ്ങളെ എണ്ണിക്കൊണ്ട് ജീവിക്കേണ്ടതാ ഈ ലോകത്തിൽ. നമുക്ക് ഈ ലോകത്തിൽ ഈ ലോകം ഒന്നും ഞങ്ങളുടെ കൂടെ വരത്തില്ല. അപ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ്റെ സ്വരൂപത്തിൽ ഞങ്ങൾ അനുരൂപരാകുവാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദിനംതോറും ഈ കൂട്ടായ്മ കൂടി വരുമ്പോൾ ഞങ്ങൾ അവൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, അതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പക്ഷേ ജഡികമായ ചിന്തകളിൽ നമ്മൾ ലോകമോഹങ്ങൾ, ക്രിസ്തു ഞങ്ങളുടെ സമീപസ്ഥനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിലേക്ക് ഒഴുതി പോകാൻ പറ്റും. ലോകമോഹം ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഈ അവസ്ഥയിൽ കർത്താവ് പിന്നെ പറയുന്നു, റോമർ 8:26 എന്നെ വളരെ വളരെ കൂടുതലായിട്ട് എന്നെ ഇത് ആകർഷിച്ച ഒരു വചനമാണ്. സ്തോത്രം. അപ്പോൾ ഈ വചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊലോസ്യർ, എഫെസ്യർ, ഇത് റോമർ 8:26 പറഞ്ഞത്, എനിക്ക് ഈ ജഡത്തിലായിരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കർത്താവ് മുന്നമേ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താ പ്രാർത്ഥിക്കണം എനിക്കറിയില്ല. പക്ഷെ ആദ്യം തന്നെ കർത്താവിന് എൻ്റെ ഉള്ളിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, നാം പോകുന്നത് നല്ലതാണ്. പോയാൽ ആത്മാവിനെ അയക്കും. ആത്മാവ് വന്നിട്ട് എന്നെ സകല കാര്യത്തിൽ സത്യത്തിലേക്ക് വഴി നടത്തുന്നുണ്ട്. അപ്പം സകല സത്യത്തിലേക്ക് എന്നെ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്നെ സത്യത്തിൻ്റെ ആത്മാവ് അവൻ്റെ സ്വരൂപത്തിൽ അനുരൂപളാകുവാൻ വേണ്ടി ദിനംതോറും പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ സമയത്തിൽ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിൽ ഇരുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിൽ എൻ്റെ ഓട്ടം എങ്ങോട്ടാ? എൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, മക്കളെ കല്യാണത്തിന് വേണ്ടിയോ പല രീതിയിലാണ് ഞാൻ ഓടിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് സംഭവിക്കുന്നത്, എന്നെ ദൈവം ഡിസിപ്ലിൻ ചെയ്ത് ബാലശിക്ഷ നൽകി പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകുന്നത്, ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാ. ചില കാര്യങ്ങൾ നടക്കത്തില്ല, ചില എവിടെയെങ്കിലും ഒരു കാര്യം നടക്കുമായിരിക്കും, ചില കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ ജീവിതത്തിൽ നടക്കത്തില്ല. നടക്കാതെ വരുമ്പോൾ കർത്താവേ നീ മാത്രമേ ഉള്ളൂ, നീ എന്താ പറ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ ഹിതം മാത്രമേ നമ്മളെ ജീവിതത്തിൽ നടക്കുമ്പോൾ കർത്താവും എന്നെ പിന്നെ ഒരു വചനം ഞാൻ വായിക്കേണ്ട പറയാം. ദൂതന്മാർ സ്വർഗത്തിന് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ലോകത്തിൽ ഉണ്ടോയെന്ന് കുനിഞ്ഞു നോക്കുന്നു. അപ്പോൾ ആ ദൈവം അങ്ങനെ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അതിൽ ഞങ്ങൾ ഓർത്തറായിരിക്കണം, ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായിരിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കുടുംബമായിട്ട് സന്തോഷിക്കുക, മക്കളായിട്ട് സന്തോഷിക്കുക, കുറേ 1 കോടി ലോട്ടറി അടിച്ച് വേണമെങ്കിൽ സന്തോഷിക്കുക. ഇതൊന്നും നമ്മളെ ആത്മരക്ഷയ്ക്കുള്ളതല്ല, ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. പിതാവ് നോക്കുമ്പോൾ ഇവൾ എൻ്റെ മകളാണ്, ഇവൻ എൻ്റെ മകനാണ്, അഭിമാനത്തോടു
ദൂതന്മാർക്ക് മുമ്പിൽ, സാത്താന്റെ മുമ്പിൽ അഭിമാനത്തോട് ദൈവം പറയുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് ദൈവത്തെ നമ്മൾ അവമാനപ്പെടുത്തുന്ന രീതിയിലല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്തോ ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. വിശ്വാസത്താലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, വചനത്തിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഉപവാസം എടുക്കുമായിരിക്കും, പ്രാർത്ഥിക്കുമായിരിക്കും, പല വിഷയത്തിനു വേണ്ടി, വിടുതലേക്ക് വേണ്ടി ആയിരിക്കും. വചനാനുസാരമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മുന്നമേ നീ എന്നെ തിരഞ്ഞെടുത്തതാണ്, ലോകസ്ഥാപന മുമ്പിലേ എന്നെ നീ കണ്ടതാണ്, അതുകൊണ്ട് നിന്റെ ഇഷ്ടം അപ്പ എന്താ എനിക്ക് വെളിപ്പെടുത്തിയ കർത്താവിനെ ദൈവസന്നിധിയിൽ ചോദിച്ചാൽ കർത്താവ് അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് എന്താ ഇത് മീൻ ചോദിച്ചാൽ അത് എങ്ങനെ പറയുന്നത് ഒന്ന് പറയാമോ? കല്ലിന് കൊടുക്കുമോ? നിങ്ങൾ എന്താ അതിൽ അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കേണ്ടത് നമ്മൾ അനുദിന പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായിട്ടും, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയപ്പെട്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ ലോകത്തിൽ സത്യത്തിൻ്റെ പാതയിൽ നടത്തൂ, സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സ്വതന്ത്രമാക്കൂ. അപ്പൊ ഈ ലോകത്തിൻ്റെ പ്രഭുയുടെ ശക്തി നമ്മളെ തൊടത്തില്ല, നമുക്ക് ആകുല ചിന്ത ഉണ്ടാവത്തില്ല. നമ്മൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലാകും സ്വസ്ഥത്തെ സമാധാനം നമുക്ക് ഉണ്ടാവും. അത് ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ എനിക്ക് ദൈവം അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ഒരു കൂറിയുള്ള താഴ്വരയിൽ കിടക്കുമ്പോഴും ഈ കർത്താവിനെ ഇങ്ങനെ വചനാനുസാരമായിട്ട് നിന്റെ സ്വസ്ഥത്തെ സമാധാനം മതി, കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നടന്നാലും അത് വിഷയമല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് കടത്തിവിടുമ്പോൾ നമ്മൾ ആ ഇത് ട്രയൽസ് വരുമ്പോൾ, ആ പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി കഷ്ടതയായി തോന്നിയാലും അത് പിന്നെ മധുരമാക്കി ദൈവം എന്നെ മാക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ ബലപ്രയാസ ദൈവം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുമ്പോഴോ അതേ സമയത്തിൽ ഞങ്ങൾ അവിടെ മിഷണറിമാരായിരിക്കുമ്പോഴോ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കുമ്പോഴും എനിക്ക് ഒരിക്കലും കർത്താവേ എനിക്ക് പണം വേണം, വീട് വേണം, ഇതൊന്നും എനിക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലാനില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. കാരണം എന്താണെന്നോ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരിക്കലും ഇത് എന്താ പറയുക, ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ബൈക്ക് വേണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ്. എന്താണെന്നറിയുമോ, ഇത് ബൈക്ക് മേലെ എല്ലാവരും പോകുന്നു, നമുക്ക് സുവിശേഷ വിലയ്ക്ക് പോകണം. അപ്പോൾ സുവിശേഷ വിലയ്ക്ക് പോകുമ്പോൾ എങ്ങനെ പോകാൻ പറ്റൂ? ഒരു വെഹിക്കലില്ല, സൈക്കിളും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് വണ്ടി പിടിച്ച് പോകാനുള്ള ആ സിറ്റുവേഷനിലല്ല ഞങ്ങൾ അവിടെ മിഷനറി ഇറക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എല്ലാ ഭാര്യമാർക്കും ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേച്ചി അയ്യോ സുധാ, എനിക്ക് ബൈക്കിന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇത്രയും വേണോ, അത് എങ്ങനെ ഈ 2 ചക്ര വീലിൽ ഇങ്ങനെ ഓടുന്നു പറഞ്ഞിട്ട് പുള്ളി പറയും. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ആകെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു വിഷമോ, ആ കർത്താവെ ഇങ്ങനെയുള്ള മോഹം എൻ്റെ ഉള്ളിൻ്റെ ദൈവം എടുത്ത് മാറ്റണമേ. എനിക്ക് ചേച്ചച്ചിനെ എന്തായാലും ഓടിക്കാൻ അറിയത്തില്ലല്ലോ, ഇന്ന് ആഗ്രഹിച്ച് എന്ത് കാര്യം, ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ? ഇത്രയും പ്രായമായിട്ടും സൈക്കിൾ കൂടെ ഓടിക്കാൻ അറിയത്തില്ല, ഇന്ന് ബൈക്ക് എങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കേട്ടോ ആഗ്രഹിച്ച് വിട്ട് ആ ഇഷ്ടത്തെ ഞാൻ ഉപേക്ഷിച്ചു. അപ്പം തന്നെ ഉപേക്ഷിച്ചു. ഒരു 10 മിനിറ്റോട് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ രാവിലെ എഴുന്നിട്ട് പറയുക, ചേച്ചി ചേട്ടായി ഒരു വില്ലേജിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈക്കിൽ യാത്ര ചെയ്യുന്നതായിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളോട് അപ്പം തന്നെ ഒന്ന് പോടി, നിൻ്റെ ചേട്ടായിക്ക് ബൈക്ക് പോയി സൈക്കിൾ പോയി നേരെ നടക്കാൻ പറ്റത്തില്ല, അപ്പോഴാണ് ബൈക്കിന്. ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തി. 4ാമത്തെ ദിവസം ഇത് സത്യം നടന്ന കാര്യം ഞാൻ ഉപേക്ഷിച്ചു, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. കർത്താവേ, ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഇപ്പോഴും ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ മിഷണറിമാരുടെ സ്റ്റോറി ഇട്ട് കാണിക്കും.
ആ സ്റ്റോറികളെ പറഞ്ഞു കൊടുക്കൂ, ഈ ബുക്ക് വായിക്കണമെന്ന് പറയൂ. എന്താ വില്യം കേറിയുടെ സ്റ്റോറിയെല്ലാം ചോദിച്ചിട്ട് ഞാൻ അന്ന് തലവേദന ആയിട്ട് ഭയങ്കര ഞാൻ ഡിപ്രഷനിൽ പോലെ അങ്ങനെ ആയിപ്പോയി. ഇതെല്ലാം നോക്കി കഷ്ടത, ഇതുപോലെയാണോ കഷ്ടത, ഞാൻ എങ്ങനെ സഹിക്കൂ കർത്താവേ, ഇതെല്ലാം നോക്കൂ. അത് ആ സ്റ്റോറി നോക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തെ ഞാൻ ഉൾക്കൊള്ളും. എൻ്റെ മകൻ മരിക്കുന്നതായിട്ട്, എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ഓർത്തിട്ട് ഞാനാണ് ആ വ്യക്തിയായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോ ഞാൻ കാണത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഇതൊന്നും കാണിക്കണം, എനിക്ക് ഒന്നും അങ്ങനെ നോക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 4ാമത്തെ ദിവസം സാജു ജോൺ മാത്യു എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ട്. ആ അങ്കിൾ ആ അച്ചായന് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, സായിച്ചായ എന്ത് ചെയ്തു ചെയ്സ് ഒരു ബൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് പൈസ അവർ കൊടുക്കും. അപ്പോൾ പറഞ്ഞു, സായിച്ചായ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല, 10,000 കൊണ്ട് എങ്ങനെ ബൈക്ക് മേടിക്കണോ? അത് ഒന്നും ചിന്തിച്ചിട്ടില്ല. ചെയ്സ് ഒരാൾ തന്ന മിഷണറി വേലയ്ക്ക് വേണ്ടി നിങ്ങളത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് തന്നു. അങ്ങനെ അന്ന് തൊട്ട് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മൾ അപ്പം തന്നെ ചെയ്സസ് പറയൂ, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ചെടുക്കുന്ന തെറ്റാണ് എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ കുറ്റബോധം വരും. ദൈവമേ, ഞാൻ അങ്ങനെ മോഹിച്ചോ, ഞാൻ വേണ്ടത് പറഞ്ഞതല്ലേ, പിന്നെ ബൈക്ക് വേണ്ട ചെയ്സസ് എവിടെയെങ്കിലും ഊണ്ടി വീണാൽ പിന്നെ അത് ഞാൻ നോക്കേണ്ടി വരും അടുത്തത്. ആ ബൈക്ക് ഒന്നും വേണ്ട, ആ 10,000 ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയെല്ലാം എൻ്റെ മനസ്സിൽ തോന്നും. അങ്ങനെ ഒരു ബൈക്ക് മേടിച്ചേ പറ്റുള്ളൂ എന്ന് സഹായിച്ച ഇങ്ങനെ പിന്നെ ഞങ്ങളെ നിർബന്ധിക്കുമ്പോഴാണ് ഈ ബൈക്ക് ഞങ്ങൾ മേടിക്കുന്നത്. അന്ന് കുറേ ഊണ്ടി വീണു, മുറിവുണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. ലാസ്റ്റിൽ എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞത് നമുക്ക് ഡ്രൈവർ വെച്ച് ബൈക്ക് ഓടിക്കാന്ന്. അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറോട് പറഞ്ഞു, സാബുച്ചയ, ആ പുള്ളി പാസ്റ്റർ, അവിടെ സബു പാസ്റ്റർ മിഷണറി, പുള്ളിയോട് പറഞ്ഞു എനിക്കൊരു ഡ്രൈവർ അറേഞ്ച് ചെയ്താൽ മതി, എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഡ്രൈവർ ചേസസിന് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഉരുണ്ടിയെല്ലാം വന്ന് ഞാൻ പറഞ്ഞു, ഈ വേണ്ട, ഇത് പഠിക്കേണ്ട, ചേസസിനെ കൊണ്ട് പറ്റത്തില്ല, ആർക്കെങ്കിലും കൊടുത്തേക്ക് ബൈക്ക്, നമുക്ക് ബൈക്ക് വേണ്ടാണ്. എല്ലാ കാല് കൈ എല്ലാം മുള്ളുവിട്ട് മുറിവായിട്ട് വന്നു. അങ്ങനെ ദൈവം അങ്ങനെ ചേസസിന് ഒരു പ്രോത്സാഹനം കൊടുത്തിട്ട് ബൈക്ക് ഓടിച്ചു. ഇപ്പോൾ കാർ ഓടിച്ചു. ഇതിപ്പോൾ എന്ത് വേണമെങ്കിൽ, അടുത്തത് വേണമെങ്കിൽ പ്ലെയിൻ വേണമെങ്കിൽ ഓടിക്കൂ. അതുകൊണ്ട് അപ്പോൾ ദൈവം നമ്മളെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളല്ല ഇമ്പോർട്ടൻസ്. എന്നാൽ ദൈവം പിന്നെ എന്നെ മനസ്സിലാക്കി തന്നു. ദൈവം ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളെ എന്താണ് പറഞ്ഞാൽ, നമ്മൾ അവസാനം വരുമ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ സാക്ഷി പറയുന്നത്. എനിക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, മാസ അവസാനം വരുന്ന ഒരു 10 ദിവസം മുമ്പിൽ ടെൻഷൻ വരും. അതല്ല, രാത്രി എല്ലാം ഓർക്കും, കർത്താവ് ഈ മാസം എങ്ങനെയാണ് ഞങ്ങളെ കാറുടെ റെൻറ്റ് കൊടുക്കുന്നതെന്ന്. അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ഒരു 2 വർഷം 3 വർഷം ഇതുപോലെ ടെൻഷനായിരുന്നു എനിക്ക്. ആ ഇടയ്ക്ക് ഒരു ദിവസം ചോദിച്ചു, കാറുടെ എല്ലാ അടവ് തീർന്ന ആ മാസം തന്നെ കാറ് വിറ്റ് വേറെ കാറ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഈ ലോകത്തിൽ കാറില്ല, ഇല്ല, ഒന്നുമില്ല. സുധാ, നിനക്കൊന്ന് കാറ് അറിയാമോ? ഇപ്പോൾ ഞങ്ങൾ ഇത് അന്ന് മാരുതി ഇതായിരുന്നു, ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇത് ടൊയോട്ട ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ഒരു കാറ് ഒരു ദിവസം വാടക എടുത്താൽ, എനിക്ക് കുറേ മീറ്റിങ്സ് ഉണ്ട്, വാടക എടുത്താൽ 1,000 റുപ്പീസ് കൊടുക്കണം ഒരു ദിവസം. 30 ദിവസം 30,000 രൂപ കൊടുക്കണം. ഈ കാർ എടുത്താൽ ഒരു 7,000 അത്ര കൊടുത്താൽ മതി, 7,000 കൊടുത്താൽ മതി, 30 ദിവസം ഓടിക്കുക. ഓ കൊള്ളാമല്ലോ, ചേച്ചി ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ ചിന്തിക്കുക, നല്ല ബുദ്ധിയാണല്ലോ. അപ്പോൾ 7,000 കൊടുത്താൽ 30,000 എവിടെ നിന്ന് ഉണ്ടാകാനാ? 7 എവിടെ നിന്ന് കൊടുക്കൂ എന്നാ ചോദിച്ചു. അപ്പോൾ 7,000. അപ്പോൾ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ ഈ കാർ നിങ്ങൾക്കാവുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്ത് ദുഷ്ട വാർത്താണോ ഇത്, അതുകൊണ്ട് മരിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 3 മാസം കാറുടെ റെൻറ്റ് അടിച്ചില്ലെങ്കിൽ അവർ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ കാറില്ലല്ലോ, ഇല്ല, നമ്മൾ പണ്ടത്തെ പോലെ ഓക്കെ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം മരിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. ഒരു ദിവസം കടന്നു ഉറങ്ങി. അന്ന് ഞാൻ കടന്നു ഉറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ, നീ പ്രാർത്ഥിച്ചോ, നീ ചിന്തിച്ചാണോ നിൻ്റെ കാര്യം നടക്കുന്നത്? ഇത് എന്നിലാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ, ഞാൻ നിന്നെയാണ് എൻ്റെ വയലിൽ അധ്വാനിക്കാൻ ആക്കി വെച്ചതാ.
നിന്റെ ആവശ്യങ്ങൾ എനിക്കറിയാം. അത്രേ ദിവസ എൻ്റെ ഉള്ളിൽ ആകുല ചിന്ത കടന്നിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷനൊന്നും ആയില്ല, ടെൻഷനാ, കരച്ചില, വിഷമാണ്. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഈ ഒരു വാക്ക് പറഞ്ഞ ഉടനെ ഞാൻ അന്ന് ഇത് വിട്ടു. കാർ ഉണ്ടെങ്കിലും സ്തോത്ര, ഇല്ലെങ്കിലും സ്തോത്ര. ഞങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ, ഇല്ല, ഇത് അവരുടെ കാറാ, ഞങ്ങൾക്ക് വാടക എടുത്തിട്ടുണ്ട്. അടുത്ത മാസം ദൈവം പൈസ തന്നാൽ ഞങ്ങളുടെ അടിക്കും, അടിച്ചില്ലെങ്കിൽ 3 മാസത്തിൽ അവർ എടുത്തുകൊണ്ട് പൊക്കോളൂ. അത് എന്നെ വളരെ ആശ്വസിപ്പിച്ചു. അന്ന് ഞാൻ സ്വസ്ഥമായിട്ട് കടന്നു ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ കാർ എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോഴും കാറുടെ ലോൺ ഉണ്ടെങ്കിലും ഞാൻ അറിയുന്നില്ല കാറുടെ ലോൺ അടിക്കുന്നുണ്ടോ അടിക്കുന്നില്ലോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ അനുദിന ചിന്തകളിൽ ഞങ്ങൾ കുറേ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയുക ടെൻഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുടുങ്ങി കിടക്കും. ഇതിൽ നിന്ന് വിടിവിക്കുവാൻ കർത്താവുക മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പൗലോസ് പറയുന്നത് എൻ്റെ അത് വചനത്തിൽ പറയുന്നു, എൻ്റെ ഉള്ളിൽ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജഡത്തിൽ എൻ്റെ അതായത് എൻ്റെ ആത്മാവിൽ ഇത് പൗലോസിന് പറയത്തില്ലേ, പൗലോസോട് പറയുന്നില്ലേ, അല്ല, എൻ്റെ പുറമെ അകമേ ആത്മാവിനെ അനുസരിക്കണം ആഗ്രഹമുണ്ട്. അതെങ്ങനെ? റോമർ 7:23. അല്ല, തൊട്ട് മുമ്പിലെ ചേച്ചി ആൻറ്റി പറഞ്ഞു. ഓക്കെ. ബട്ട് എൻ്റെ പക്കത്തിൽ എന്താ ഉള്ളേ? തിന്മ. ആ തിന്മ എന്തുവാ? ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദിനംതോറും ഈ തിന്മ എൻ്റെ പക്കത്തിലുണ്ട്. ഈ തിന്മേനെ വിടിവിക്കാൻ ആർക്കാ സാധിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം പൗലോസ് പറയുന്നേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനടുത്ത് ഇടവിടാതെ ഞങ്ങൾ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടറിയുമോ? അവന് തന്ത്രശാലിയാണ്. അവന് നമ്മളെ പറ്റിച്ചിട്ട് നമ്മളെ ഈ ലോക ചിന്തകളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവത്തിലേക്ക് നോക്കാതെ നമ്മളെ താഴ്ത്തി ഇടും. പിന്നെ പറയൂ, നിനക്കത് സാധിച്ചില്ലേ, നീ ഉപവാസം എടുക്കുക, നീ പ്രാർത്ഥിക്കുക, നീ അന്നഭാഷ പറ, ഇല്ലെങ്കിൽ 4 പേർക്ക് ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ, 4 പേർക്ക് ട്രാക്ട് കൊടുക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയുള്ള തെറ്റായ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ കൊടുത്തിട്ട് നമ്മൾ ശരിക്കുള്ള ആ പ്രത്യാശയോടു സ്വസ്ഥത്തെ, യേശു ക്രിസ്തുവിൻ്റെ സ്വസ്ഥത്തെ, സമാധാനം നമ്മൾ അന്വേഷിക്കാത്ത രീതിയിൽ നമ്മളെ വഞ്ചന ആത്മാവ്, അധർമ്മമൂർത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടും. അപ്പം നമുക്കറിയത്തില്ല നമ്മൾ പറ്റിക്കപ്പെട്ടുന്ന, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമല്ലയോ, എല്ലാം നല്ല കാര്യമാ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ക്രിസ്തു യേശുവിൻ്റെ സമാധാന സ്വസ്ഥത്തെ വിശ്വാസത്തിൽ വന്ന ശേഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ തന്നെ പരിശോധിച്ചിട്ട് നമ്മളെ തന്നെ ഹൃദയത്തെ ഞാൻ ഏതോ ആത്മാവിലാണ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പോകുമ്പോൾ നാം പോകുന്നത് നല്ലതാണ്, പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരൂ, ആ കാര്യസ്ഥന് നിങ്ങളെ സകല സത്യത്തിലേക്ക് ഒളി നടത്തുന്നു പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ആണോ? ഇല്ല, എൻ്റെ നന്മ തിന്മകളെ പല കഴിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ള ആത്മാവാണോ? എൻ്റെ നല്ല പ്രവൃത്തികളായിരിക്കാം. പക്ഷേ ക്രിസ്തുവിലേക്ക് ഫോക്കസ് മാറ്റിയിട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഈ ഭൂമിയിൽ ഉണ്ടോയെന്ന് ദൈവം നോക്കുമ്പോൾ നമ്മളെല്ലാം നമ്മളിലേക്ക് ലോകത്തിലേക്ക് ഇരിക്കും. ആ അധർമ്മമൂർത്തി വരുമ്പോൾ ഓർത്തറിൽ ഞാൻ വിശ്വാസം കാണുന്നില്ല എന്ന് കർത്താവ് പറയുന്ന വചന നമ്മളിലൂടെ നിറവേറും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് ഇത് വചനത്തിലുള്ളത് നമ്മൾ എനി ടൈം പ്രാർത്ഥിക്കണോ, എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കണോ, ആത്മാവിൻ്റെ സഹായത്തോടോ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പറഞ്ഞ ട്രയൽസിൽ അപ്പ ഇത് എന്തുകൊണ്ടപ്പാ, ഇത് എന്തിനാ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരന് പെട്ടെന്ന് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റേക്ക് വന്നിട്ട് താഴോട്ട് ഇരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു,
നിന്റെ ദൈവത്തോട് ഞാൻ ചോദിക്കത്തില്ല ഇത് എന്തിനെ സംഭവിച്ചു. അപ്പന് എന്നെ എന്തു ചെയ്യാനുള്ള അധികാരം എൻ്റെ അപ്പന് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കത്തില്ല. എന്തുകൊണ്ട് ചോദിക്കത്തില്ല? അപ്പൻ്റെ ഇഷ്ടമാണ്, എന്നെ എന്ത് ചെയ്യാനും അവനെ അധികാരമുണ്ട്. ഈ ലോകം കുറച്ച് നാളെ എനിക്ക് ഉള്ളൂ, പിന്നെ അടുത്തത് അവൻ്റെ കൂടെ വിട്ട് പിരിഞ്ഞ് ആരുടെ കൂടെ? ക്രിസ്തുവിൻ്റെ കൂടെ. അപ്പം ഈ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന മക്കൾക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ അത് ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ ഒരു ഇതായിട്ട് നമ്മളെ ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു ആലോചന തന്നതുകൊണ്ട് ഞാൻ ഇത്ര നാൾ ആയുസ്സോടു ജീവിക്കുന്നു. അത് ദൈവനാമത്തെ നാളെ ഈ ദിവസം എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കണോ. നിങ്ങൾ വളരെ ആഗ്രഹത്തോട് സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണോ. ഇത് ദേവദാസന് ഇന്ന് വചനം പറയാനോ അത് കേൾക്കാനോ നിങ്ങൾക്ക് ജീവനായിട്ട് വെളിപ്പെടട്ടെ. താങ്ക് യു, നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സമയത്തിൽ ദൈവമേ, ഈ പ്രിയപ്പെട്ട നിൻ്റെ മക്കളുടെ മധ്യത്തിൽ നിൽക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. എന്നാൽ ദൈവമേ, എൻ്റെ ചെറിയ അനുഭവങ്ങളെ ഈ മക്കളോട് ഷെയർ ചെയ്യുവാനും പങ്കുവെക്കുവാനും കർത്താവ് കൃപ തന്നല്ലോ ദൈവമേ. കർത്താവെ, ദൈവമേ സ്തോത്ര. ലോകസ്ഥാപന മുമ്പിലേ കണ്ടിരിക്കുന്ന നിൻ്റെ മക്കൾ ഇവിടെ ആയിരിക്കുന്നു കർത്താവെ. നമ്മൾ വിശുദ്ധർ നിഷ്കളങ്കരായിട്ട് അവിടെ സന്നിധി ഒരു ദിവസം കാണപ്പെടുവാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആ വിശുദ്ധി കർത്താവെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസം വിശുദ്ധിയിൽ നിഷ്കളങ്കതയോട് ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോരുത്തർ ബുദ്ധിമാന്മാരായിട്ട് തീരുവാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് ഒരുക്കി തന്നെ സമയത്തിനായി സ്തുതിക്കുന്നു. ഈ മക്കളെ കൂടുതലായിട്ട് ആത്മീകമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരണമേ, എന്നെ സഹായിക്കണമേ. എൻ്റെ കർത്താവെ, അനുദിനം നടത്തുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ചെറുത് വലുതായ എല്ലാ വിഷയത്തിനു മേൽ കർത്താവിൻ്റെ കറ ഉണ്ടാകുവാനും കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ അതിനെ കാണുവാനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു അപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ, സ്തോത്രം. അതിൻ കീഴുള്ള കായവും വാനാദിവാനങ്ങൾ യാവും അതിൻ കീഴുള്ള കായവും என்றென்றும் நான் பாடுவேன். என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்றும் நான் பாடுவேன். என்னால் வரை என் வாழ்விலே என்னால் வரை என் வாழ்விலே நீர் செய்த நன்மைக்கே தேவ என்றென்றும் நான் பாடுவேன். என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்றும் நான் பாடுவேன். காட்டினில் வாழ்கின்ற யாவும் கடும் காற்றும் பனித்தூறலும் காட்டினில் வாழ்கின்ற யாவும் கடும் காற்றும் பனித்தூறலும் நாட்டினில் வாழ்கின்ற யாவும் நாதா உம்மை போற்றுமே. ஆஹா என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்றும் நான் பாடுவேன். என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்றும் நான் பாடுவேன். நீரினில் வாழ்கின்ற யாவும் இந்நிலத்தின் ஜீவராசியும் நீரினில் வாழ்கின்ற யாவும் இந்நிலத்தின் ஜீவராசியும் பாரினில் பறக்கின்ற யாவும் பரனே உம்மை போற்றுமே. ஆஹா என்னில் அடங்கா ஸ்தோத்திரம்
தேவ என்றென்றும் நான் பாடுவே என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்றும் நான் பாடுவே இந்நாள் வரை என் வாழ்விலே எந்நாள் வரை என் வாழ்விலே நீர் செய்த நன்மைக்கே ஆஹா என்னில் அடங்கா ஸ்தோத்திரம் தேவ என்றென்று நான் பாடுமே என்றென்றும் நான் பாடுவே ஓ என்றென்றும் நான் பாடுவே. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സുധ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ തെറ്റുപറ്റി, അതുകൊണ്ട് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമല്ല 24 വർഷം കഴിഞ്ഞു. ഇത് സാധാരണ സഹോദരിമാരെ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് ഡേറ്റും എല്ലാം. പക്ഷേ 25-ാം വർഷത്തിൽ ഞങ്ങൾ ജൂബിലി വർഷത്തിലാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ രക്ഷിച്ച അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന പണി അതാണ്. എന്താണ് ശരിക്കുമുള്ള ഫെയ്ത്ത്, നമുക്ക് എവിടേക്കെങ്കിലും ഒഴുകിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയും കൂടെയാണ് ഈ വചനം നമ്മൾ എടുക്കുന്നത്. നമ്മളെ രക്ഷിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ലോകത്തിലുണ്ട്. ഒന്ന് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം. ഈ രക്ഷിക്കുന്ന വിശ്വാസമാണ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്ന ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്ത്യ ജീവിതം തുടങ്ങാൻ പറ്റുള്ളൂ. ആ വിശ്വാസത്തോട് വേണമെങ്കിൽ തുടങ്ങുന്നത്. എന്താണ് നമ്മളെ രക്ഷിക്കുന്ന ഈ അതിവിശുദ്ധ വിശ്വാസം നമുക്ക് നോക്കാം. അത് ആദ്യം ഈ വിശ്വാസത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 4 വാക്യങ്ങളിലാണ്. അവസാനത്തെ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 4 വാക്യങ്ങൾ. ആ ആരെ ഇതാരെക്കുറിച്ചെന്നറിയോ? അബ്രഹാമിനെ കുറിച്ചാണ്. റോമാലേഖനം 4-ാം അധ്യായം മുഴുവൻ അബ്രഹാമിനെ കുറിച്ചാണ്. അതിൻ്റെ ഈ വാക്യം പറയുന്നത് ആര് ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അടുത്തത് ഓക്കെ, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ ഈ വിശ്വാസത്തെയാണ് ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിട്ടത്. അതെങ്ങനെയാണെന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യം കൊണ്ട് വായിച്ചത്, നമ്മൾ വായിച്ചതിന് മുമ്പുള്ള വാക്യം. അവിശ്വാസത്താൽ സംശയിക്കാതെ. ഈ അവിശ്വാസം ഉണ്ടാകാനുള്ള എല്ലാ റീസൺസും ഉണ്ട്. കാരണം ഒരു കുഞ്ഞുണ്ടാകും, അനേകം സന്തതികൾ ഉണ്ടാകുമെന്ന് എബ്രഹാമിനോട് പറഞ്ഞു. പക്ഷേ എബ്രഹാം നോക്കുമ്പോൾ എത്ര വർഷമായി ദൈവം പറഞ്ഞിട്ട് സന്തതി ഉണ്ടായില്ല. ഞാനാണെങ്കിൽ പ്രായമായി, ഭാര്യയാണെങ്കിൽ അതും മരണത്തോടെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും വാർദ്ധക്യം 100 വയസ്സായി. വിശ്വാസം തകരാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെ പൗലോസ് പറയുന്നത് തൻ്റെ പ്രായത്തിലേക്കോ ശരീരത്തിലേക്കോ സാറായുടെ നിർജീവത്വത്തിലോട്ടോ നോക്കാതെ, തന്നിലേക്ക് തന്നെ നോക്കാതെ, തൻ്റെ അവസ്ഥയെ നോക്കാതെ ദൈവം കൊടുത്ത ഒരൊറ്റ വാഗ്ദത്തത്തെ അൺകണ്ടീഷണലായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ. അപ്പം നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? നമ്മളിലേക്ക് നോക്കാതെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മാത്രം നോക്കി, എന്നെ നോക്കാതെ, എൻ്റെ ബലഹീനതകളെ നോക്കാതെ വാഗ്ദത്തത്തെ മാത്രം നോക്കി എബ്രഹാം വിശ്വസിച്ചാൽ ആ വിശ്വാസം നമുക്ക് നീതിയായിട്ട് കണക്കിടും. അപ്പോൾ എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? നമുക്ക് തന്ന വാഗ്ദത്തം എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് എന്താണ്? അടുത്ത വാക്യം. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? അടുത്ത വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനാണ്. അപ്പം നമ്മുടെ ഈ ഫെയ്ത്ത് എന്ത് ഫെയ്ത്താണ്? എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം ക്രൂശിൽ മരിക്കുകയും എന്നെ നീതീകരിക്കുന്നതിനായി മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടപ്പെടുവാനുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു വാക്യത്തിനെ നമ്മൾ ഇന്ന് വിശദീകരിച്ചാൽ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പിതാവായ ദൈവമാണ് പുത്രനായ ക്രിസ്തുവിനെ എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ?
എന്നാൽ കർത്താവ് പല സ്ഥലത്തും ക്ലെയിം ചെയ്യുന്നുണ്ട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. എൻ്റെ പിതാവ് പണിയെന്നാണോ പറഞ്ഞത്? എൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അത് പിതാവ് തിരിച്ചെടുത്ത് തരും എന്നാണോ പറഞ്ഞത്? അല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ കർത്താവിന് പുനരുത്ഥാനം ചെയ്തു വരാൻ പിതാവ് എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, തന്നെ എഴുന്നേറ്റ് പോകാൻ സാധിക്കുമായിരുന്നു അല്ലേ. യേശുക്രിസ്തു ദൈവമല്ലേ. അപ്പം ദൈവത്തിന് തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ലേ? അപ്പോൾ പിതാവ് എഴുന്നേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിതാവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് കാത്തിരുന്നു. അങ്ങനെ എബ്രായ ലേഖനം 5:7 പറയുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി. അപ്പം ഈ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ആര് ചെയ്യണം? പിതാവ് ചെയ്യണം. അപ്പം പിതാവ് ചെയ്യാൻ വേണ്ടി പുത്രൻ എന്ത് ചെയ്തു? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിച്ചു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, രാത്രിയിലെല്ലാം പോയി ഈ ഒറ്റയ്ക്ക് മലയുടെ മുകളിൽ പോയിരുന്ന കർത്താവ് ഇങ്ങനെ അലറി നിലവിളിച്ച് കരഞ്ഞെന്തോ, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. തന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട്? അതായത് തന്നെ ഈസി ആയിട്ട് എഴുന്നേറ്റ് പോകാമെന്ന ദൈവം എന്തിനാണ് പിതാവെ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയത്തോടെ ഭക്തിയോടെ നിലവിളിച്ചത് കൊണ്ട് മാത്രം പിതാവ് അവൻ ഉത്തരം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനൊരു നിലവിളി എന്തിനാണ് കർത്താവ്? ഉറച്ച നിലവിളി. നിങ്ങൾ ആലോചിക്കുക, കർത്താവിൻ്റെ നിലവിളി ശബ്ദം ആ ദേശം മുഴുവൻ കേട്ട് കാണോ രാത്രിയിൽ അല്ലേ? മരുഭൂമിയിൽ അതുകൊണ്ടാണ് പോയല്ലേ. മരുഭൂമി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഈ ഉറക്ക നിലവിളിച്ചാൽ ആരും കേൾക്കാതെ. അപ്പം അത്രയും ഭയങ്കര കരച്ചിൽ കർത്താവ് എന്തിന് കരഞ്ഞു? രാത്രി മുഴുവൻ പകൽ മുഴുവൻ ഈ ഐഹിക ജീവിതകാലത്ത് മുഴുവൻ ഈ കരഞ്ഞുകൊണ്ട് നടന്ന് എന്തിനാണെന്നറിയാമോ? പിതാവ് എന്നെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. അതെന്തിനാ അങ്ങനെ ഒരു വാശി? അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ആ കഥ എന്താന്ന് ഈ 7-ാം വാക്യത്തിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 6-ാം വാക്യം, എബ്രായ ലേഖനം 5:6. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി 10-ാം വാക്യം വായിച്ചു. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് കരഞ്ഞ കരച്ചിൽ മുഴുവൻ ഒരു പുരോഹിതൻ്റെ കരച്ചിലായിരുന്നു അല്ലേ. അപ്പോൾ ഈ അലറി കരഞ്ഞ പുരോഹിതൻ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? പുരോഹിതൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? തൻ്റെ പാപങ്ങൾക്കും ജനത്തിൻ്റെ പാപങ്ങൾക്കും വേണ്ടി. പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപം കൂടാതെ, പാപമൊഴികെ. അപ്പോൾ ക്രിസ്തുവിൽ എന്തുണ്ടായിരുന്നില്ല? അപ്പോൾ ഈ മഹാപുരോഹിതൻ നിലവിളിച്ച് കരഞ്ഞ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അപ്പോൾ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കർത്താവ് നിലവിളിച്ചപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു? അതെങ്ങനെ ശരിയാകുന്നേ? അതിങ്ങനെയാണ്. കർത്താവ് യാഗം കഴിക്കുമ്പോൾ പിതാവിന് മുമ്പിലാണ് യാഗം കഴിക്കുന്നത് അല്ലേ. യാക്കോബിലൊക്കെ പോയി കുർബാന കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അവിടെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 5 രൂപ കൊടുത്താൽ കുർബാന ഏറ്റെടുത്തോണ്ടിരുന്നത്. അപ്പം 5 രൂപ നേരത്തെ എഴുതി രസീത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അച്ഛൻ മദ്ബഹായിൽ കമന്ന് നടക്കുമ്പോൾ എൻ്റെ പേരും കൂടെ പറയാം, അവൻ 5 രൂപ വന്നിട്ടുണ്ട്, അവൻ്റെ കൂടെ പേര് ഞാൻ വെച്ചേക്കുന്നു, അതിനുവേണ്ടി 5 രൂപ കൊടുക്കും. 3 രൂപയായിരുന്നു തോന്നുന്നു, ഇപ്പം വല്ല 50 ആയിരിക്കും. അപ്പോൾ ആ പുരോഹിതനോട് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടിയാണ് ആ പുരോഹിതൻ്റെ പണി. അതാ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിതാവിനോട് പറയാണ്, പിതാവ് എനിക്ക് തന്നെ എഴുന്നേറ്റ് പോരാവുന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ കൂടെ കുറേ അവന്മാരുണ്ട്, അവരുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗമാണ് ഞാൻ കഴിക്കുന്നത്. നീ എന്നെ എഴുന്നേൽപ്പിച്ചാൽ അതിനർത്ഥം ഈ യാഗം നീ അംഗീകരിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇത്രയും മക്കളകത്തായി അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ പിതാവ് തന്നെ എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് കർത്താവ് നിർബന്ധിക്കാൻ കാരണം പിതാവിന് മുമ്പിലുള്ള യാഗത്തിൽ പിതാവ് പ്രസാദിച്ച് പുത്രനെ എഴുന്നേൽപ്പിക്കുമ്പം അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും എഴുന്നേക്കുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവനോട് കൂടെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ രക്ഷാകരമായ വാഗ്ദത്തം എന്ന് പറയുന്നത് അവൻ്റെ കൂടെ നമ്മൾ മരിച്ചു, അവൻ്റെ കൂടെ നമ്മൾ എഴുന്നേൽക്കും, അവൻ വരുമ്പോൾ തേജസ്സോടെ നമ്മൾ അവൻ്റെ മുമ്പിൽ കാണുമെന്നുള്ള ഈ ഫെയ്ത്താണ് രക്ഷാകരമായ വിശ്വാസം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടിയാണ്, സ്പെസിഫിക്കലി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് എങ്ങനെ അറിയാം? കാരണം ഒത്തിരി പേര് ലോകത്തും നശിച്ചു പോകുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചതെന്ന് എങ്ങനെ അറിയാം? ഞാൻ ആ കർത്താവിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിലുണ്ടായിരുന്നോ? പിതാവിൻ്റെ അടുത്ത് ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പം അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അത് കൃത്യമായൊരു ലിസ്റ്റ് ബൈബിളിലുണ്ട്.
അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കി. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ വിശ്വസിക്കുമോ? സ്വർഗത്തിൽ പോവോ? ആ ലിസ്റ്റ് ഞാൻ കാണിക്കാൻ പോവാം. 1 മിനിറ്റ് നോക്കാം. വേറെ ആരുടെയും പേര് നോക്കാൻ സമയം കിട്ടത്തില്ല. ഈ ലിസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് നോക്കി. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇന്ന് രക്ഷാകരമായ വിശ്വാസം നിങ്ങൾക്ക് ഉറപ്പാവും. അപ്പോൾ സ്വർഗത്തിൽ പോകും. അപ്പോൾ അബ്രഹാം നോക്കിയാലേ നമ്മളിലേക്ക് നോക്കരുത്. നമ്മളിലേക്ക് നോക്കിയ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ നേരെയാന്ന് തോന്നുകയില്ല. അങ്ങനെ നമുക്ക് ദുർമനസാക്ഷി ഉണ്ടാകുന്നത്. ഈ ദുർമനസാക്ഷി ഉണ്ടായി ഞാൻ കാരണം അയ്യോ ഞാനൊന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കാം. പിന്നെ അവൻ തോന്നിയ പോലെ നടക്കുന്നത്. ഞാൻ ഇതിനകത്തുള്ള ആളല്ലെന്ന് അവന് തോന്നുക. അവൻ അപ്പോഴും അവനെ നോക്കാതെ വാഗ്ദത്തങ്ങളെ നോക്കിയെങ്കിൽ മാത്രമേ അത് നീതിയായിട്ട് വരത്തുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? അപ്പോൾ എപ്പോഴും നമ്മുടെ ഫെയ്ത്ത് നമ്മളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ആരെ ആശ്രയിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഈ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുമ്പം സാർമാർ ഈ ഭൂമി സൂര്യനും എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ടോർച്ച് അടിച്ചിട്ട് ഒരു ഗ്ലോബ് എടുത്ത് കാണിക്കില്ല. എന്നിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കറങ്ങി ഒരു ലൈറ്റാണ്, കുറച്ചുകൂടെ കറങ്ങുമ്പോൾ ഇത് ഡാർക്കാവും. ഓർമ്മയുണ്ടോ പഠിപ്പിച്ചത്? ക്ലാസ്സിൽ പോയില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇതിങ്ങനെ ടോർച്ച് അടിച്ച് കാണിക്കില്ലേ? ഓ അന്ന് പനിയായിരുന്നു അല്ലേ, അങ്ങനെ പറയാൻ ആൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഭൂമി ഒരു ഗ്ലോബാണെങ്കിൽ ഇന്ത്യക്കാരെല്ലാം നേരെ നടക്കുമ്പം നേരെ അപ്പുറത്ത് അമേരിക്കക്കാരെങ്ങനെ ആയിരിക്കും നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ലേ? അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു കുഴി കുഴിച്ചാൽ നേരെ അമേരിക്ക ചെല്ലണ്ട. പക്ഷെ എന്താ സംഭവം? അവിടെ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയും കയറ്റോ. അതെന്താ ഇത് ഗ്ലോബാണോ? ഇന്നേ വരെ എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? അതെന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമുക്കതിന് തെളിവൊന്നും വേണ്ട, നമുക്കത് ചിന്തിക്കണമെന്നുമില്ല. പക്ഷേ ശാസ്ത്രം പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ശാസ്ത്രത്തെ അത്രയും വിശ്വസിക്കാമെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും നശിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്ന വാഗ്ദത്തത്തെ നമുക്ക് എത്ര ഭയങ്കരമായിട്ട് വിശ്വസിക്കാമല്ലേ, അല്ലേ? അപ്പോൾ നമ്മളിത് അനുഭവിച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ ഭൂമി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വല്ലപ്പോഴും തലകറക്കം ഉണ്ടാകുമ്പോൾ കറങ്ങുന്നതല്ലാതെ ഈ ഭൂമി കറങ്ങുന്നതായിട്ട് ഒരു അടയാളവും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണോ? നമ്മൾ കാഷ്വലായിട്ട് ഇത് കറങ്ങുകയെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഫീൽ ആവുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഒന്നും ഫീൽ ആയില്ലെങ്കിലും ഈ യാഥാർത്ഥ്യത്തെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ വിശ്വാസം അടിസ്ഥാനപരമായ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നൊരു ദാനമാണ്. അത് വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അയ്യോ ഞാനും ഉണ്ടായിരുന്നു അതിനകത്ത്, ഓ ഞാനും ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി കൂടെയാണല്ലോ കർത്താവ്. അതൊരു വെളിപ്പാടായിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഈ രക്ഷാകരമായ വിശ്വാസം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇത് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഈക്വലാണ്. ഞാൻ ലിസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ലിസ്റ്റിലുള്ളവർക്കെല്ലാം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഈ യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന ബൈബിളിൽ എത്ര അധ്യായത്തിലാണ് ഉള്ളത്? ഏത് അധ്യായമാണ്? യോഹന്നാൻ്റെ 17. ആ മഹാപുരോഹിതൻ്റെ പ്രാർത്ഥനയിൽ ആരൊക്കെയുണ്ട്? 9-ാം വാക്യം വായിച്ച്. 17:9. യോഹന്നാൻ 17:9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി എത്ര അപേക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ, 11 പേരേ ഉള്ളൂ. അത് 11 ശിഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ കൂട്ടത്തിലില്ല. ഉറപ്പാണല്ലോ. 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അതിനകത്ത് നമ്മളുണ്ടോ? ഉണ്ട്. അപ്പം വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവരെയും കർത്താവ് മുന്നമേ കണ്ട് പിതാവിൻ്റെ അടുക്കൽ അത്രയും പേരുടെ പേര് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോവാണ്. നീ എന്നെ എഴുന്നേൽപ്പിക്കുമ്പം ഇത്രയും പേർ എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ട രക്ഷ അവർക്ക് നീ നൽകണം. അതാ പ്രാർത്ഥന. അപ്പോൾ പുത്രൻ പ്രാർത്ഥിച്ച പിതാവ് കേൾക്കുമോ? കേൾക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും കേൾക്കാറില്ല, പക്ഷേ പുത്രൻ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം കേൾക്കും. അപ്പം നമുക്ക് ഉറപ്പാണ്, പുത്രൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകും. അത് നമ്മൾ മിടുക്കരായതുകൊണ്ടല്ല, ദൈവം വിശ്വസ്തനായതുകൊണ്ടും അവൻ വാക്കുമാറാത്തവനായതുകൊണ്ടും വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനായതുകൊണ്ടുമാണ്. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. ഈ ഫെയ്ത്താണ് മറ്റെല്ലാ വിശ്വാസങ്ങളുടെ ആധാരം. ഇതിൻ്റെ ബേസിൽ മാത്രമേ മറ്റു വിശ്വാസത്തിന് വളരാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വിശുദ്ധീകരിക്കുന്ന വിശ്വാസത്തോട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്ത് സംഭവിക്കണം? പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായ ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. അപ്പോൾ കൊളോസ്യലേഖനം 1:4 പറയുന്നത് എന്താ? അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും
നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ഈ ഫെയ്ത്ത് നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പം ആ ഫെയ്ത്തിനൊരു ഗ്രോത്ത് ഉണ്ട്. അടുത്ത ലെവൽ ഓഫ് ഗ്രോത്ത് എന്താണെന്നറിയോ? അതാണ് ഇന്ന് എൻ്റെ ഭാര്യ വായിച്ച വാക്യം. കൊളോസി ലേഖനം നമുക്ക് 3:1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. 3:1 വെയിറ്റ് എന്താ പറഞ്ഞേ? എപ്പോ വായിച്ച് എന്താ എഴുതിയേക്കുന്നത് അവിടെ? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ എപ്പോ? അടുത്ത വാക്യം. അടുത്ത് ഭൂമിയിലുള്ളതല്ല, നിങ്ങൾ മരിച്ചു എപ്പോ? അടുത്ത് നിങ്ങളുടെ ജീവൻ നിങ്ങൾ മരിച്ചോ? ഒന്ന് നോക്കിക്കേ, ശരിക്ക് ഒന്ന് ഉള്ളി നോക്കിക്കേ, നാടിമിടിപ്പ് മരിച്ചോ? ഇല്ല ഇല്ല, മരിച്ചിട്ട് നമ്മളിവിടെ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും ഇവിടെ തന്നെയുണ്ട്, അല്ലേ? നമ്മൾ ഈ പഴയ മനുഷ്യൻ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ? ഇത് എല്ലാ സ്വഭാവവും നമ്മുടെ ഇപ്പോഴും ഉള്ളിലിരിപ്പുണ്ട്. പക്ഷേ വിശ്വാസം, ഈ വിശുദ്ധീകരിക്കുന്ന വിശ്വാസം എന്താണെന്നറിയോ? മരിച്ചു എന്നുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നത്? എപ്പോഴാണ്? കർത്താവ് ക്രൂശിൽ മരിച്ചപ്പം, അന്ന് നമ്മൾ സ്ഥാനപ്പെട്ടപ്പോഴെന്നൊക്കെ ആരും ഇവിടെ ഇരുന്ന് പറഞ്ഞു, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അല്ലല്ലല്ല, കർത്താവ് ക്രൂശിൽ മരിച്ച ഒരൊറ്റ മരണത്താൽ അന്നേരം നമ്മളും ഉണ്ടായിരുന്നു ആ ക്രൂശിൽ. അത് കാണാത്ത കാര്യമാണ്. ആ കർത്താവ് മരിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ക്രൂശ് ഉണ്ടായിരുന്നു, ഓരോ കള്ളന്മാരവിടെ മരിച്ചു, അല്ലേ? അതെല്ലാവരും കണ്ടു. പക്ഷേ നടുവിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. അതിലൊന്ന് നമ്മളെ. ഇത് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ. അതായത് റോമാലേഖനം 6:6 പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ്. അല്ലാതെ അവൻ എപ്പോഴും ഇറങ്ങി നമ്മളോട് ക്രൂശിക്കപ്പെടുമല്ല. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ്റെ കൂടെ നമ്മുടെ പഴയ ശരീരവും ക്രൂശിക്കപ്പെട്ടു. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മൾ 2 കൊരിന്ത്യർ 5:14 വായിച്ചേ. 2 കൊരിന്ത്യർ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു. അപ്പോൾ ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും മരിച്ചു. അപ്പോൾ എപ്പോഴാണ് മരിച്ചത്? നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ആ മരണത്തിൽ നമ്മളും ഉണ്ടായിരുന്നു. അതെങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞില്ലേ? ആരെയാ തിരഞ്ഞെടുത്തത്? നമ്മളെ. ആരിൽ? ക്രിസ്തുവിൽ. അപ്പോൾ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത ശേഷമാണ് ക്രിസ്തുവിനെ മരിക്കാൻ വിടുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും എവിടെ ഉണ്ട്, അല്ലേ? നമ്മൾ ഈ ഒരു ഫോൺ എടുത്ത് ഈ ബൈബിളിനകത്ത് വെച്ചിട്ട് ഇത് മടക്കി, ഞാൻ ഇതുമായിട്ട് എവിടെ പോയാൽ ഈ ബൈബിളായിട്ട് പോകുന്നിടത്തല്ല, ഓർക്കുന്നുണ്ട്, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു, ഒക്കെ മറന്നു പോകും, എനിക്കറിയാം. എവിടെ പോയാലും ഞാനും ആ കൂടെ, ഈ ഫോണും അതിൻ്റെ കൂടെ കാണും. അതുപോലെ കർത്താവ് എവിടെ പോയാലും ഞാനും ആ കൂടെ. അപ്പോൾ എനിക്ക് പകരം എന്നെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ കയറുന്നത്. അപ്പോൾ കർത്താവ് അവിടെ മരിച്ചപ്പോൾ അത് ആരുടെ മരണമായിരുന്നു? എൻ്റെ മരണമായിരുന്നു. നമ്മൾ കോളേജിൽ പോയി ഫീസ് അടയ്ക്കുക നമ്മുടെ പിള്ളേർക്ക് വേണ്ടി, അല്ലേ? കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഫീസ് അടച്ചിട്ട് അവന്മാർ എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് രസീത് തരില്ല, പിള്ളേരുടെ പേരിൽ രസീത് കൊടുക്കും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഫീസ് ഉണ്ടാക്കി കൊടുത്ത ആരാ? ഞാൻ. രസീത് എൻ്റെ പേര് തരുമോ? ആർക്കാ കൊടുക്കുന്നേ? പിള്ളേരുടെ പേരിൽ. ക്രൂശിൽ കഷ്ടപ്പെട്ട് മരിച്ചത് ആരാ? കർത്താവ്. ഈ മരിച്ചെന്നുള്ള രസീത് ആർക്കാ കിട്ടുന്നറിയോ? അത് നമ്മുടെ കയ്യിലാണ്. അതായത് രണ്ടാമത് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നിൽക്കുമെന്ന് വെച്ചോ. അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവൻ മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് ഓൾറെഡി മരിച്ച. റെക്കോർഡ് നോക്കിയപ്പം കർത്താവിൻ്റെ കൂടെ മരിച്ചത്. അപ്പോൾ എൻ്റെ ശിക്ഷ അന്ന് കഴിഞ്ഞു പോയി. ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശിക്ഷ കർത്താവിൻ്റെ ക്രൂശിൽ കഴിഞ്ഞു പോയി. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നടന്നുപോയ നിത്യമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഉറപ്പിനെയാണ് ഞാൻ വിശ്വാസം എന്ന് പറയുന്നത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ക്രിസ്തു മരിച്ചപ്പോൾ കൂടെ മരിച്ചു. ഈ ഫെയ്ത്താണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നുള്ള ഫെയ്ത്താണ് എന്ത് നമുക്ക് വിശുദ്ധീകരിക്കുന്ന വിശ്വാസം. അപ്പോൾ ഒരു പ്രലോഭനം വരുക, കാശ് കുറേ വേണം. അപ്പോൾ പറയാം ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഓ, അത്രയും പ്രസംഗിച്ചിട്ട് ഒരു പോക്കറ്റ് മണി പോലും തന്നില്ലല്ലോ. മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഉടൻ പറയും കർത്താവ് ഇങ്ങനെ ആയിരിക്കുമോ? കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോക്കറ്റ് മണിയെ കുറിച്ച് ആലോചിക്കുമോ? അപ്പം ഞാനല്ല, ക്രിസ്തു അല്ലേ ജീവിക്കുന്നത്? ആണോ അല്ലയോ? അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കണോ? അപ്പം ഞാൻ മരിച്ചല്ലോ, ഈ കൊതിയനായ ഞാൻ
എവിടെ നിന്ന് കിട്ടിയാലും പറക്കിയെടുക്കുന്ന ഞാൻ മരിച്ചു, ജീവിക്കുന്ന ആരാ? അപ്പോൾ ഇവിടെ ഒന്ന് വചനം പറയാന്നുള്ളത് നിങ്ങളുടെ പണിയല്ല, എൻ്റെ പണിയല്ലേ? ആണോ? എന്താ മിണ്ടാതെ? അപ്പം ഞാനല്ല ക്രിസ്തു എന്നിൽ വസിക്കുന്നതെങ്കിൽ എനിക്കൊരാളുടെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ശരിയായ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ മരണം ഞാൻ സമ്മതിക്കണം. ഇത് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിൽ വെളിപ്പെടുന്ന ഒരു നീതി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ രക്ഷാകരമായ വിശ്വാസം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നമ്മൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങളാണ്. എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് എൻ്റെയും കൂടെ മരണമായിരുന്നു. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ വെള്ളത്തിൽ മുക്കുന്നത്. മുക്കിയിട്ട് പറയാണ്, നീ മരിച്ചെന്നുള്ള കാര്യം സമ്മതിക്കുക. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തം എടുക്കാൻ വേണ്ടിയാണ്, ഷെയർ വാങ്ങിക്കാൻ വേണ്ടി. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എന്തോ? ഷെയർ. ഇപ്പോൾ കർത്താവിൻ്റെ ഞാൻ പറയാം, കർത്താവ് നീ ഒരു വലിയ പണി ചെയ്തല്ലോ, മരണം, ഞാനും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ ഷെയർ എനിക്കിങ്ങ് താ. ഇതാണ് സ്നാനം, അല്ലേ? അപ്പോൾ സ്നാനപ്പെടാൻ നേരത്തെ ഞാൻ കർത്താവിനോട് പറയുന്നത്, നിൻ്റെ കൂടെയുള്ള മരണത്തിൻ്റെ ആ പഴയ മനുഷ്യൻ്റെ മരണം അനുഭവിക്കാൻ, പുതിയ മനുഷ്യൻ്റെ ജീവൻ അനുഭവിക്കാൻ എനിക്ക് നല്ല മനസാക്ഷി തരണമെന്നാണ്. അതാ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നല്ല മനസാക്ഷി. അത് ആരുടെ മനസാക്ഷിയാണ്? ക്രിസ്തുവിൻ്റെ മനസാക്ഷിയാണ്. പുതിയ ജീവനിൽ ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസാക്ഷിയാണ്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത്. ഏതാ? അല്ല, രക്ഷാകരമായ വിശ്വാസം, അതിൻ്റെ പുറകെ വിശദീകരിക്കുന്ന, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ ഒന്നിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബേസ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, പുനരുത്ഥാനം ചെയ്തു. അതിൻ്റെ പുറകെ നമ്മൾ പറയാണ്, അതുകൊണ്ട് ഞാനും അവൻ്റെ കൂടെ മരിച്ചു, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ താഴോട്ട് നോക്കുമ്പം ഇതൊക്കെ നിസ്സാരമാണ്, കുറച്ച് നാളത്തേക്കുള്ള, അല്ലേ? നമ്മൾ വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധ്വാനിച്ച് ഓടി നടന്നു, കാശിന് വേണ്ടി അധ്വാനിച്ച് ഓടി നടന്നു, അവസാനം മരിക്കാൻ നേരത്തെ ഇതൊന്നും അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ വൈഫ് ഭാര്യ കാറിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു മാസം 2.5 വർഷം കൊണ്ട് ഞാൻ 1,70,000 കിലോമീറ്റർ ഓടിച്ചത് വണ്ടി. കണക്കൂട്ടിയ പെട്രോൾ എനിക്ക് 15 ലക്ഷം രൂപ പെട്രോൾ, ഒരു മാസം 60,000 രൂപ. അപ്പോൾ ഞാൻ ചുമ്മാ അല്ല, ഒരു നയ പൈസ കയ്യിലില്ലാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തെങ്കിലും ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, കുറേ ആ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന കഴിഞ്ഞാലും ഈ പെട്രോളിൻ്റെ ചിലവ് വെച്ച് നോക്കിയാൽ ലാഭമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കും, നമ്മുടെ ഈ ഉപയോഗത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഉപയോഗമില്ലാത്ത ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. ഇപ്പോഴും ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾ ഒരു നയ പൈസ കാണത്തില്ല. കഴിഞ്ഞ മാസം, ഇതൊന്നും പരസ്യമായിട്ട് പറയാൻ കൊള്ളതിന് റെക്കോർഡ് ചെയ്തെങ്കിൽ വെച്ചേക്കല്ലോ കേട്ടോ, കഴിഞ്ഞ മാസം ചില മാസങ്ങളിൽ മിനിമം ബാലൻസ് ഇപ്പോഴും കാണുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു കുറവും, നിങ്ങൾ എല്ലാവരുടെ വീട്ടിൽ വന്നാലും അവിടെ നിങ്ങൾക്ക് എല്ലാ ആഹാരം തരാനുള്ള അവിടെ കാണും. അത് ദൈവം തുറക്കുന്നൊരു കലവറ. അതെങ്ങനെയാണ്? ഇത് കരുതി വെക്കാനുള്ളതല്ല. കരുതി വെച്ചാൽ നമുക്ക് സ്നേഹമില്ല എന്നതിൻ്റെ അർത്ഥം. ഇപ്പം എൻ്റെ കയ്യിൽ 5,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ, എൻ്റെ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരൻ വന്നിട്ട്, അങ്കിളെ എന്തെങ്കിലും കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവനോട് സുവിശേഷം പറയാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഇത് ബാലൻസ് വരാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. പക്ഷെ അതിനർത്ഥം നമ്മൾ ദരിദ്രരായിട്ട് ഒന്നും ഇല്ലാതെ ജീവിക്കുന്നതല്ല. നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഇങ്ങനെ ഓരോ വഴി കൂടെ തന്നുകൊണ്ടിരിക്കും. അത് വേറൊരു വഴി കൂടെ പോകുന്നതനുസരിച്ച് പിന്നെയും വന്നുകൊണ്ടിരിക്കും, പിന്നെയും പോയിക്കൊണ്ടിരിക്കും. ഇതിനൊരു വലിയ ഒരു കഥ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിമിത്തം നിങ്ങൾ അപ്പനെ അമ്മയോ ഭാര്യയോ മക്കളെ സഹോദരനെ സഹോദരിയോ, ഭാര്യയുടെ കാര്യം വിട്ടേക്ക് കേട്ടോ, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സഹോദരനെ സഹോദരി, ഇതാ പിന്നെ ഭാര്യയും ഭർത്താവ് ഒരു ശരീരം ആയതുകൊണ്ട് പിന്നെ വിടേണ്ട കാര്യം വരുന്നില്ല. ബാക്കി എല്ലാത്തിനെയും വിട്ടാലും 100 ഇരട്ടി കിട്ടുന്നതാണ്. ഭാര്യ ഒരെണ്ണം മതി. അപ്പോൾ എല്ലാത്തിനും 100 ഇരട്ടി ഇവിടെയും വരാനുള്ള ലോകത്ത്. അപ്പോൾ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് വാക്യം. ഇപ്പം നമ്മൾ 1 ഏക്കർ സ്ഥലം വിട്ട് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? 100 ഏക്കർ, 2 ഏക്കറല്ല, 100 ഇരട്ടി. പക്ഷേ യാക്കോബിനും യോഹന്നാനും മനസ്സിലായി, ഇതിനകത്തൊരു ഒരു റൈഡറുണ്ട്. ഇതിനകത്ത് ദൈവം ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? ഈ വസ്തു മാത്രമല്ല 100 ഇരട്ടി വരുന്നത്, അപ്പനും അമ്മയും എല്ലാം 100 ഇരട്ടി വരും. സഹോദരിമാരും സഹോദരന്മാരും 100 ഇരട്ടി വന്നാൽ ഈ 100 ഏക്കറിൻ്റെ പൊടി പോലും കാണത്തില്ല. അതാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ? നിങ്ങളത് എത്ര പ്രാവശ്യം വായിച്ചിട്ടും ഈ ആൾക്കാർ വരുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടോ? കാശ് വരുന്ന കാര്യം മാത്രമല്ലേ ഓർത്തുള്ളൂ. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പെങ്ങളെ എങ്ങനെ കെട്ടിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കണം. 100 പെങ്ങന്മാർ, ഒരു സഹോദരനായിട്ടുള്ള സ്വത്ത് തർക്കം തീരാതെ അവർ 100 സഹോദരന്മാർ, ഒരപ്പനെ അമ്മയെ എങ്ങനെ അനാഥശാല വിട്ടിട്ട് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ദാ വരുന്നു 100 എണ്ണം.
ഇവരെല്ലാവരും കൂടെ ശുശ്രൂഷ കഴിയുമ്പോൾ 100 ഏക്കറിൻ്റെ ഒരു പൊടി പോലും നമ്മുടെ കർത്താവ് വളരെ തന്ത്രപൂർവ്വം അത് പറഞ്ഞത്. പക്ഷെ മനുഷ്യൻ അതിനേക്കാൾ വലിയ തന്ത്രം കാണിച്ചിട്ട് ഈ സ്വത്തിൻ്റെ കാര്യം മാത്രം ഓർത്തു, ബാക്കി മനുഷ്യരുടെ കാര്യം ഓർത്തില്ലെന്ന് മാത്രമല്ല, ഈ വന്നവരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായി 100 ഏക്കർ, നീയൊക്കെ പ്രാർത്ഥിച്ച് നീയും 100 ഏക്കർ മേടിച്ചോളാൻ പറഞ്ഞു വിട്ടു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിട്ടു. ഈ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന കൈ കാശ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പോലത്തെ ഒരു തട്ടിപ്പ് പരിപാടി, അതൊരു അവിശ്വാസമാണ്. ശരിക്കും അത് അവിശ്വാസമാണ് യാക്കോബിൻ്റെ ലേഖനം പറയുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ വിഷയം അതല്ല. ഇത് രക്ഷാകരമായ വിശ്വാസം, അതിൻ്റെ കൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന വിശ്വാസം. ഈ സഭയിൽ നമ്മൾ വരുമ്പോൾ എന്തിനാണ് സഭ? അത് പറയുന്നതിന് മുമ്പ് ഈ വിശ്വാസത്തിന് വന്ന 2 ഇത് മൂന്നാമതൊരു വിശ്വാസം കൊണ്ട് ഞാൻ പറയാം രക്ഷയുമായിട്ടനുബന്ധിച്ച്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ വാഗ്ദത്തങ്ങളിലുള്ള ഉറപ്പാണ്. ഓക്കെ, 1 നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. 2 അനുദിനം നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3 കർത്താവ് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പോകും. അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാം? ഈ നമ്മുടെ പ്രത്യാശ ഒരു നങ്കൂരം പോലെയാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആങ്കർ, ANCHOR, ആങ്കർ. ആങ്കറിന് എത്ര കൊളുത്തുകളുണ്ട്? 2 കൊളുത്തുകളാണ് അല്ലേ? ഇത് കപ്പൽ എവിടെ നിൽക്കണം? ഈ കരയോടെടുക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്താൻ വേണ്ടി ഈ നങ്കൂരം കടലിലോട്ടിട്ട് അത് എവിടെയെങ്കിലും ഉറച്ചിട്ട് വേണം ഈ കപ്പൽ അവിടെ നിൽക്കാൻ. അങ്ങനെയല്ലേ ഇത്? സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ക്യാപ്റ്റൻ ഞാനാന്ന് വിചാരിച്ചു, ഞാൻ പറയാം, എടാ നമ്മൾ ഈ നങ്കൂരം താഴെയിട്ട അത് കൃത്യമായിട്ട് പോയി ഉടക്കാനൊക്കെ ഇത്തിരി പാടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നങ്കൂരം നമ്മുടെ കപ്പലിൻ്റെ കൊടിമരത്തിലോട്ട് തന്നെ പിടിപ്പിച്ചേക്കാം. ആ കപ്പൽ എവിടെ നിൽക്കുമോ? അപ്പം നമ്മൾ നങ്കൂരം ഇടുന്ന കറക്റ്റ് പ്ലേസിലായിരിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കുള്ളൂ. നമ്മളിൽ തന്നെ ഇട്ട് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഒരു ദിവസം നേരം എടുക്കുമ്പോൾ ഞാൻ കൊള്ളത്തില്ല, അപ്പോൾ വിശ്വാസം പോയി. അപ്പോൾ ഒരാളൊന്ന് തലയെ കൈക്കുലിച്ചു പ്രാർത്ഥിച്ചു, അപ്പോൾ വിശ്വാസം വന്നു. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന രാവിലെ വിശ്വാസമില്ല, ഉച്ച കഴിഞ്ഞ് വിശ്വാസമുണ്ട്, വൈകിട്ട് വിശ്വാസം. ഇങ്ങനത്തെ അലഞ്ഞുഴലുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറും. അതേസമയത്ത് നമ്മളെ അങ്ങ് വിട്ടിട്ട് ആ നങ്കൂരം കറക്റ്റ് ഉടക്കേണ്ട സ്ഥലത്ത് പോയി ഉടക്കിയാൽ നമ്മുടെ വിശ്വാസം എപ്പോഴും മാറാത്തൊരു വിശ്വാസം നമുക്ക് ലഭിക്കും. ഇത് എവിടെയാണ് ഇപ്പോൾ ഇത് ഉടക്കുന്നതെന്നറിയോ? എവിടെയാ? അതല്ലല്ല, ഇത് നമ്മൾ എബ്രായ ലേഖനം 6:19-20 വായിച്ചേ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ഇതാ വിശ്വാസം വളരും കേട്ടോ. അപ്പോൾ ആദ്യം ഇത് രക്ഷാകരമായ വിശ്വാസം, ആ സത്യം നമുക്ക് മനസ്സിലായി, കണ്ണു തുറന്നു. പിന്നെ ഓരോ ദിവസം നമ്മൾ ജീവിക്കുമ്പം ക്രിസ്തുവാണ്, ഞാനല്ല ജീവിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക്, ആ ബോധ്യത്തിൽ ഞാൻ പാപത്തെ ജയിച്ചു. അവസാനം ഞാൻ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന വിശ്വാസം ഇതാണ്. എന്താ? ആത്മാവിൻ്റെ നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതുമാകുന്നു. അല്ല, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതാണ്. അടുത്ത വാക്യം. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് നോക്കി? അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻപ് കൂട്ടി പ്രവേശിച്ചു. അപ്പം ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിലാണ് ഈ നങ്കൂരത്തിൻ്റെ 2 ഹുക്ക് പോയിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ പ്രത്യാശ എന്തിനെ ആധാരമാക്കിയാണ്? ഈ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ ആധാരമാക്കിയാണ് അല്ലേ? ഓക്കെ, ഈ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഇവിടെ ഡോക്ടർമാർ, നഴ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വെളിയിൽ വന്നാൽ എത്ര നേരം അത് ഉണങ്ങാതിരിക്കും? എത്ര നേരം എടുക്കും ഉണങ്ങാൻ? 2 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ്സ്? വണ്ടർഫുൾ. അപ്പോൾ 2 മിനിറ്റ് സമയമുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ രക്തം എത്ര നേരം ജീവനോടെ, അതായത് ആ രീതിയിലുണ്ടായിരുന്നറിയോ? 2 മിനിറ്റ് അല്ല. കാരണം രക്തം അർപ്പിച്ചത് എവിടെയാ? ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ളൊരു കൂടാരത്തിൽ, നിത്യകൂടാരത്തിൽ, സമയമില്ലാത്തൊരു സ്ഥലത്ത് തൻ്റെ രക്തം അർപ്പിച്ചു. അപ്പോൾ സമയമില്ല, 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അതിനർത്ഥം എന്താ? ആ രക്തം ഇന്നും നമ്മൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 10:19 പറയാണ്, കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. ഇപ്പോഴും ആ രക്തം അവിടെ തന്നെ ഉണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞിട്ടും അത് ജീവനോടെ ആ രക്തം ഇപ്പോഴും നമുക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് വാർദ്ധക്യം വരെ ഏത് സമയത്തും നമ്മൾ അകന്നു പോകേണ്ട കാര്യമില്ല. നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ആ യാഗം നമുക്കുള്ളതാണ്. അതിപ്പോഴും നമുക്ക് വേണ്ടി ഗുണകരമായി. ഇതാണ് ഒന്നാമത്തെ ഹുക്ക് അല്ലേ? ആ രക്തം ഒരിക്കലും വറ്റിപ്പോകുന്നില്ല, ഡ്രൈ ആകുന്നില്ല,
ആ നിത്യ കൂടാരത്തിലെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇപ്പോഴും ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മതങ്ങളിലും, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. ഈ ഓർത്തഡോക്സിൽ വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്ന കുർബാനകളാണ്. അവസാനം മരിക്കാൻ നേരത്തൊരു അവസാന കുർബാനയുണ്ട്, ഒടുക്കത്തെ ഒപ്രോഷ്മ എന്ന് പറയും. അത് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുക. എൻ്റെ ഒരു ബന്ധു മരിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ ഒടുക്കത്തെ ഒപ്രോഷ്മ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ ജീവിക്കാതെ അങ്ങ് പോകുന്നതാണ് എല്ലാവർക്കും സന്തോഷം. ഒടുക്കത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ 2 മണിക്കൂറൊക്കെ ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാപചിന്ത ഉള്ളിൽ വന്നേക്കുമായിരിക്കും, അല്ലേ? വന്നേക്കുമായിരിക്കും. ആ പാപം എന്ത് ചെയ്യും? അതിനു വേണ്ടി അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 9-ാം ദിവസം വന്നൊരു കുർബാന നടത്തും. അപ്പോൾ അത് തീർന്നല്ലോ. പക്ഷെ തീർന്നില്ല. 1 വർഷം കഴിഞ്ഞ് അച്ഛൻ പിന്നെയും വരും. തീർന്നില്ല. വർഷാവർഷം ഇത് ആവർത്തിക്കും. തീർന്നില്ല. 1000 വർഷം ഇത് ആവർത്തിച്ചാലും ആർക്ക് വേണ്ടി നടത്തിയോ അയാൾ സ്വർഗത്തിൽ പോയോ പോയില്ലയോ പോകുവോ ഒരു ഉറപ്പും ആർക്കും ഇല്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളാൽ പാപങ്ങൾക്ക് മോചനം ഒരു കാലത്തും സംഭവിക്കില്ലാത്ത അതേ യാഗങ്ങളെ പുരോഹിതന്മാർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവോ നമുക്ക് വേണ്ടി ഏകയാഗം കഴിച്ച്, ഒറ്റ യാഗം എന്നേക്കുമായി. 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, ആ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും തൻ്റെ ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തി. എല്ലാ കാലത്തേക്കും ഒരൊറ്റ യാഗം, ഒറ്റ രക്തം. ആ രക്തം ജീവനുള്ള രക്തമായി ഇന്നും നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് വീണ്ടും വീണ്ടും അർപ്പിക്കപ്പെടുന്ന കുർബാനകളുടെ ബലികളുടെയോ പരിഹാരക്രിയകളുടെ ആവശ്യമില്ല. ക്രിസ്തു എന്നേക്കുമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല 2ആയി കീറി. ഇനി ദേവാലയത്തിലെ മറവുകൾക്ക് ആവശ്യമില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതോടെ മതം അവസാനിച്ച് ഇനി മതത്തിൻ്റെ ആവശ്യമില്ല. ക്രിസ്തു ദൈവത്തിനും നമുക്കും ഇടയിൽ തകർക്കപ്പെട്ടതോടുകൂടി ഇനി മതപരമായ യാതൊരു ആചാരങ്ങളുടെയും ആവശ്യമില്ല. വിശ്വാസം മാത്രം മതി. ഫെയ്ത്ത് ഇൻ ദാറ്റ് വൺ സാക്രിഫൈസ്. ഒറ്റ വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് തരുന്നൊരു ധൈര്യമാണ്. എൻ്റെ പാപങ്ങൾ എന്നേക്കുമായി പരിഹരിക്കുവാൻ പര്യാപ്തമായ രക്തം എനിക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിന് രണ്ടാമതൊരു വശം കൂടെ ഉണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. ഇനി രണ്ടാമതൊരു ഹുക്കും കൂടെ ഉണ്ടല്ലോ, ദേവാലയത്തിലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഹുക്ക്. അവിടെ ആരാ ഉള്ളത്? ഒരു മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി കിട്ടുന്നുണ്ടോ? ഇല്ല. പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലോ? ഇല്ല. ഈ നമുക്കും ചില സമയത്ത് ഇങ്ങനെ പെന്തക്കോസ്തുകാരും ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഇനി തങ്കുബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. രോഗസൗഖ്യം വന്നു. അപ്പോൾ യേശുക്രിസ്തു ആണോ മധ്യസ്ഥൻ? തങ്കുബ്രദറാണോ നല്ല മധ്യസ്ഥൻ? ആരാ? അയ്യോ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. ഇപ്പം തങ്കുബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ നടന്നു. അപ്പം നമ്മുടെ മധ്യസ്ഥൻ ആരാ? വർക്ക് ചെയ്യുന്ന മധ്യസ്ഥൻ ആരാ? അപ്പം ശരിക്കും കത്തോലിക്ക വിശ്വാസം തന്നെയല്ലേ ഇത്? അവർ മരിച്ചുപോയ പുണ്യാളന്മാരുടെ അടുത്ത് പോയിട്ട് പറയുന്നു, അവരൊന്നുമില്ലല്ലോ പുണ്യാളന്മാരെങ്കിലും ആയിരുന്നു, അവരുടെ അടുത്ത് പോയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ധൈര്യമൊന്നുമില്ല, അതുകൊണ്ട് പുണ്യാള ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കാണാതെ പോയ അത് തിരിച്ചെടുത്ത് തരണേ. കാരണം നിസ്സഹായതയെ പറയുന്നത്. നമ്മളും അതേ അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് മരിച്ചുപോയവർ പ്രാർത്ഥിക്കുന്ന വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പം സെയിം പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇവരാരും പ്രാർത്ഥിച്ചാലും കർത്താവ് ഉത്തരം തരുമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തു പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പായിട്ടും തരും. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാവിനോട് എന്തപേക്ഷിച്ചാലും അവൻ എനിക്ക് സാധിച്ചു തരും. അപ്പോൾ ഒരു കാര്യം കൂടെ, ഒരു വാക്യം കൂടെ വായിച്ച് നോക്കി. എബ്രായ ലേഖനം 7:25, താൻ മൂലമായി ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് വേണ്ടി കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ മഹാപുരോഹിതനായി നിന്നുകൊണ്ട് പറയാണ്, ഈ ചേസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, എൻ്റെ നീതിയാണ് അവന് കൊടുത്തിരിക്കുന്നത്, അവൻ ഇടയ്ക്ക് വീണ് പോകരുത്, അവൻ ഇവിടെ എത്തണമെന്ന് പിതാവിനോട് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ലെന്ന് പിതാവ് പറയുമോ? ഇല്ല. ആ പ്രാർത്ഥന പിതാവ് ഉറപ്പായിട്ടും കേട്ടിരിക്കും. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ രക്തം നിങ്ങൾക്കായുള്ളതായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായും സ്വർഗത്തിൽ പോകും. ഇതാണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത്, അഷുറൻസ് ഓഫ് സാൽവേഷൻ. ഈ അഷുറൻസ് ഓഫ് സാൽവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ പോലും വിശ്വാസത്തിൽ വളരത്തില്ല. കാരണം നമ്മൾ എപ്പോഴും ഉലഞ്ഞു പോകുന്നവരും വലഞ്ഞു പോകുന്നവരായിട്ടിരിക്കും. ഈ രക്ഷയുടെ ഉറപ്പാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ധൈര്യം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ധൈര്യം, അല്ലേ? നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ള ധൈര്യമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ വിശ്വാസത്തിന് 2 പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റും സമൂഹത്തിൽ കാണാം. ഒന്ന്, അനേകം പാരമ്പര്യ സഭകൾ എന്ന് പറഞ്ഞാൽ
സത്യ ഉപദേശം കുറച്ചൊക്കെ പറയുന്ന കുറേ പാരമ്പര്യ സഭകളുണ്ട്. CSI ചർച്ച് ഫോർ എക്സാമ്പിൾ. രക്ഷയുടെ ഉപദേശം വരെ അവർ കറക്റ്റാണ് പറയുന്നത്. കൃപയാൽ വിശ്വാസത്താലുള്ള വീണ്ടും ജനനം. അവർ കുർബാന എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല, സംസർഗം കറക്റ്റാണ് പറയുന്നത്. പക്ഷെ അവരൊക്കെ അങ്ങനെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവിടെ വരുന്ന ആർക്കും അറിയത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ഇതൊക്കെ ഒരു ചരിത്രമായിട്ട് മാറും. ഒരു കാലത്ത് വലിയ ഉണർവ് നടന്ന സഭകളാണ്, പക്ഷെ പിന്നീട് അതൊരു ചരിത്രം. പിന്നെ അവർക്ക് ചരിത്രത്തിൽ വായിക്കാം, പണ്ട് ഉണർവ് നടന്നു, സ്കോട്ട്ലൻഡിൽ ഉണർവ്, വെയിൽസിൽ ഉണർവ് എന്നൊക്കെ പറഞ്ഞ് ചരിത്രം പറയാമെന്നുള്ളതല്ലാതെ ഇതൊന്നും ഹൃദയത്തിലേക്ക് വരത്തില്ല. അപ്പോൾ ആരെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. തൃത്വം തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്കുണ്ട്. കാരണം അവർക്ക് കറക്റ്റ് എല്ലാം അറിയാം. ബ്രദറുകാർ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് വചനം പറയും. പക്ഷെ അകത്തോട്ട് കയറുന്ന ഈ ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്ന ആ ഒരു ജീവൻ്റെ അംശമില്ലാതെ അതിനെയാണ് നമ്മൾ ചരിത്രപരമായ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, ഒത്തിരി സഭകൾ അങ്ങനെ അങ്ങ് ഡെഡായിപ്പോയി അല്ലേ? അങ്ങനെ അങ്ങ് ഡെഡായി. അപ്പോൾ പിശാച് ആ വഴിക്ക് കൊണ്ടുപോയി. ജീവൻ പ്രാപിക്കുന്നില്ല, സത്യമെല്ലാം അറിയാം, ജീവൻ പ്രാപിക്കുന്നില്ല, അല്ലെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല, അല്ലെ സ്നാനപ്പെടണമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി അവിടെ നിൽക്കും. പെന്തക്കോസ്തർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഈ രക്ഷാകരമായ വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസം ഉണ്ടാകേണ്ടതായിരുന്നു. അതെന്താണെന്നറിയോ? പിതാവ് സ്വർഗത്തിലുള്ളതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച് വറിയേണ്ട, എല്ലാം ദൈവം നടത്തിക്കോളും അല്ലേ? മേലെ ആകാശത്തിൽ ഭൂമിയിൽ ഒന്നും, പറവകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കുന്നില്ല, നിങ്ങളേറിയ പ്രാവുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്താ ജാതികളെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു അപ്പൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നെല്ലാം അറിയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി വറി ചെയ്യരുത്. വറി ചെയ്താൽ നിങ്ങൾ മാമോൻ്റെ സേവകനായിട്ട് മാറുമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. ഒരുത്തനെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ സാധ്യമല്ല. അടുത്ത വാക്യം എന്താണെന്നറിയോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? മാമോനെ സേവിക്കാൻ പോവും. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തെ വിടും. ഇതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചേക്കുന്ന വലിയൊരു പ്രശ്നം. നമുക്ക് ദൈവത്തോട് ഭയങ്കര നന്ദി. എന്നാ കാര്യം എന്നറിയോ? മാമോനെ കൊണ്ടുത്തരുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാ വേണ്ടേ? ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മണി ഓർഡർ വരും എല്ലാ മാസവും. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല, മണി ഓർഡറാണ് വരുന്നത്. അപ്പോൾ 1000 രൂപയാണ് എല്ലാ മാസവും എനിക്ക് അയച്ചു തരുന്നത്. 775 രൂപയാണ് എങ്ങാണ്ടാണ് മെസ്സിലെ ബില്ല്, 775 ബാക്കി ഒരു 225 രൂപ എൻ്റെ കയ്യിൽ കാണും ഒരു മാസം. 94 കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനും വീട്ടിൽ പോകാനും വട്ടച്ചെലവ്, കോളേജിലെ ചിലവ്, അതിനെല്ലാം ഉള്ളതാണ് ഈ 225 രൂപ. പക്ഷേ ഈ പോസ്റ്റ്മാൻ ഇത് കൊണ്ടുതരുമ്പോൾ എങ്ങനെ കൊണ്ടുതരുന്നറിയോ? 9 100 രൂപ നോട്ട്, ഒരു 50 രൂപ നോട്ട്, 2 20 രൂപ നോട്ട്, ഒരു 5 രൂപ നോട്ട്, 2 5 രൂപ നോട്ട്. എന്താ കാര്യം? ഇതിൽ അവസാനത്തെ 5 രൂപ പുള്ളിയുടെയാണ്. അപ്പം നമ്മൾ ആദ്യം 5 രൂപ, ഈ 1000 രൂപ കൊണ്ട് തന്ന പോസ്റ്റ്മാൻ ഒരു കൈമടക്കാണ് ഈ 5 രൂപ. എനിക്ക് പോസ്റ്റ്മാനോട് ഭയങ്കര സ്നേഹമായിട്ട് കൊടുക്കുന്നതാണോ? പിന്നെ കൊണ്ട് തരാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ? അപ്പോൾ ദൈവം ഒരു 1,00,000 രൂപ നിങ്ങൾക്ക് തന്നാൽ 10,000 രൂപ ദൈവത്തിന് കൊടുത്തു. നമുക്ക് ദൈവത്തോട് ഭയങ്കര ഇഷ്ടമാണ്. നടത്തിയ ദൈവം, ഇരുത്തിയ ദൈവം, എന്തോ കാശ് തന്നോണ്ടാ, പിള്ളേരെ ഗൾഫിൽ വിട്ടോണ്ട്, അമേരിക്ക വിട്ടോണ്ട്, ആ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, ആ നന്ദിയാ. അപ്പം ശരിക്കും നമുക്ക് ആരോടാ സ്നേഹം? ഈ വന്ന കാശിനോടാണോ കൊണ്ടുവന്ന പോസ്റ്റ്മാനോടാണോ? ആ പോസ്റ്റ്മാൻ വന്ന് 2 അടിയാ തരുന്നെങ്കിലോ നമുക്ക് വേണ്ടല്ലോ. പുള്ളിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ സ്നേഹം ആ കിട്ടിയ ഗിഫ്റ്റിനോടാ അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞ് ആകുലപ്പെടരുതെന്ന്. പക്ഷെ നമ്മൾ ഈ ആകുലത കൊണ്ട് മാത്രം നമ്മൾ ഇത്തരം പ്രാർത്ഥിക്കുന്നത്, ഉപവാസം എടുക്കുന്നു. ഈ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാം ഈ ആകുല ചിന്ത തീരാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, ആകുല ചിന്ത തന്നെ പാപമാണ്. അപ്പം നമ്മുടെ ഈ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ വിഷയം ആകുല ചിന്തയാണ്. മക്കൾക്ക് എന്ത് വരുമോ, നാളെ എന്ത് സംഭവിക്കുമോ, ജോലി കിട്ടുമോ, വിസ കിട്ടുമോ, പ്രാർത്ഥിക്കാം ബ്രദറെ, ഇത് തന്നെ പരിപാടി. അതിൻ്റെ അവസ്ഥ എന്നാണെന്നറിയോ? ഞാൻ പല സ്ഥലത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഈ രക്ഷാകരമായ വിശ്വാസത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും സഭയിൽ പറയാറില്ല. വിശുദ്ധീകരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയാറില്ല. എല്ലാവരും പറയുന്നത് വിടുതൽ ഇപ്പോൾ വരും. കാരണം ഈ ആകുലത മൊത്തം എല്ലാത്തിനും, ഒരെണ്ണത്തിനും
കർത്താവ് നടത്തിക്കോളൂ എന്നുള്ള വിശ്വാസമില്ല. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ മകൻ എല്ലാ ദിവസവും വന്നിട്ട് രാവിലെ ഒന്ന് ചോദിക്കുക, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. തരാം അവിടെ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്താണ് നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരൂലേ? തരാം. അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ, പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതിനായിട്ട് നന്ദി. ഞാൻ പറയും തരാം. പിന്നെ കുറേ നേരം ഇപ്പോൾ ഒറ്റയ്ക്ക് മുറിയിരുന്ന് വിശ്വാസം പറയാം, നാളെ എനിക്ക് കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് തരും. വൈകിട്ട് പിന്നെ വന്നു, പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇവൻ എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ലാഞ്ഞിട്ടല്ലേ? ഉണ്ടെങ്കിൽ അങ്ങ് സമാധാനമായിട്ട് ജീവിച്ചൂടെ? നമ്മൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എങ്ങനെ ഈ ലോകചിന്തകളായി പോയത്? ആകുലത കാരണം. അപ്പനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വിശ്വാസമാണ്. അല്ല, ഞാനിത് മനസ്സിലാക്കി എൻ്റെ ചെറുപ്പകാലത്ത്. അന്ന് മനസ്സിലാക്കിയതല്ല, ഇന്ന് ഓർത്തപ്പോൾ മനസ്സിലായതാ. ഞങ്ങളുടെ വീട്ടിൽ ഇഞ്ചി കൃഷിയുണ്ട്. ഇഞ്ചി കൃഷി ചെയ്യാൻ നേരത്ത് നിങ്ങളെല്ലാം എത്ര പേര് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ തടവെടുത്തിട്ട് കുഞ്ഞു തൂമ്പ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളെടുക്കും, അതിനകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ഇഞ്ചി വിത്തുകൾ വയ്ക്കും, അങ്ങനെയല്ലേ? എന്നിട്ട് ഇത്തിരി എല്ലുപൊടി ഇടും, ഇത്തിരി ചാണകപ്പൊടി ഇടും, എന്നിട്ട് മൂടും. ഇതാണ് ഇഞ്ചി കൃഷി. അപ്പോൾ ഈ മിക്കവാറും ഇത് അവധിക്കാലത്താണ്, മെയ് മാസത്തിലാണ് ഇഞ്ചി കൃഷി നടക്കുന്നത്. ഞങ്ങൾ 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം. അപ്പം 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് 5ാം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് ഉള്ള അവധിക്കാലത്ത്, ഇപ്പം ചെറിയ പിള്ളേരാണ്, 10 വയസ്സ് 8 വയസ്സുള്ള പിള്ളേരെന്ന് വിചാരിച്ചു, ഞാനും എൻ്റെ അനിയനും. അപ്പം ഞങ്ങൾ എല്ലുപൊടി എടുക്കുന്നത്. ചാണകം കൈ പറ്റിക്കാൻ ഇഷ്ടമില്ല. ഇഞ്ചി വിത്ത് വെച്ചാൽ കമത്തി വയ്ക്കോ മലർത്തി വയ്ക്കോ എന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് മുകളിലോട്ട് വരണമല്ലോ. അപ്പോൾ അതൊക്കെ വലിയ ആൾക്കാർ. ഞങ്ങൾ ഈ എല്ലുപൊടിയുടെ ആൾക്കാരാണ്. അപ്പോൾ എല്ലുപൊടി ഇട്ടിങ്ങനെ പോകുന്ന വഴിക്ക് അപ്പം പറയും, ഇങ്ങനെയൊന്നുമല്ല, കയറിപ്പോടാ, പോയിരുന്നു പഠിക്ക്. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് സമ്മർ വെക്കേഷൻ്റെ മെയ് മാസത്തിൽ എന്താ പഠിക്കാൻ? അപ്പം ഞാൻ പറയും ഒന്നും പഠിക്കാനില്ല. അന്നേരം പറയും 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഓൾറെഡി വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പോയിരുന്ന് പഠിച്ചു. ആ ഒരൊറ്റ കാര്യം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു പണിയും ചെയ്യാതെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ സാക്ഷ്യം പറയുമ്പോൾ അതും കൂടെ പറയേണ്ടതാണ്. ഒരു വക ഈ പുസ്തകം എന്നുള്ള വേറെ ഒരു പരിപാടി എന്നെ എൻ്റെ അപ്പനെ സമ്മതിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തൊക്കെ, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ തിരിച്ച് അപ്പനോട് പറയാം, അപ്പ ഇങ്ങനെ ഞാൻ ഇഞ്ചി കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളെങ്ങനെ കഞ്ഞി കുടിക്കും? അപ്പം അപ്പം പറയും, നീയാണോ എനിക്ക് ചിലവിന് തരുന്നത്? മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കണമെന്ന് പറയില്ലേ? അങ്ങനെ പറയുന്നവരൊപ്പം നമുക്ക് സ്വർഗത്തിലില്ലേ? ഇല്ലേ? നീ ദൈവരാജ്യം അന്വേഷിച്ചോ, നീ പ്രാർത്ഥിക്കും, മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി നിലവിളിക്ക്, ആ ആത്മാവിന് വേണ്ടി കരയേ, എന്നിട്ട് ബാക്കി കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നിനക്ക് വേണ്ടതൊക്കെ തന്നേക്കാം. നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥന, 40 ഉപവാസം, പിള്ളേരുടെ ഭാവി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര പഠിച്ചാലും തലയിലൊരു തേങ്ങ വീണ പേര് പോലും നമ്മൾ ഓർക്കില്ല. PhD എടുത്തിട്ട് എന്ത് കാര്യം? ഒരു ചെറിയൊരു കുമിള പോലെയാണ് നമ്മൾ ഈ നേടുന്ന സമ്പത്തെല്ലാം. എൻ്റെ അപ്പൻ്റെ തന്നെ കഥ പറയാം. പുള്ളി ഭയങ്കര ഈ പൈസ കറക്റ്റ് എണ്ണി വെക്കുന്ന ഒരാളാണ്. എപ്പോഴും കറക്റ്റ് എണ്ണ. പക്ഷെ ചിലവാക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെറുപ്പകാലത്തെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായിട്ട് പുള്ളി കാശ് എത്ര വേണമല്ലോ 500 രൂപ വെച്ച് ആ മതിയോടാൻ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ പോക്കറ്റിൽ എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട്, ഒരു പേഴ്സ് ഉണ്ട്, അതിനകത്ത് എത്രയുണ്ട്, ഇതെല്ലാം അപ്പന് കൃത്യമായിട്ട് അറിയും. ഞങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അത് എണ്ണി നോക്കും, അത് അവിടെ തന്നെ ഉണ്ടോ. ഞങ്ങൾ എടുക്കും എന്നുള്ളതല്ല, എങ്ങാനും എടുക്കാനൊരു പ്രലോഭനം ഉണ്ടാകണ്ടല്ലോ, എണ്ണും. ഇപ്പം 87 വയസ്സായി, എവിടെയാ കാശിരിക്കുന്നത്, എത്രയുണ്ട്, ഒരു പിടിയില്ല. ചെറിയ ഓർമ്മകളൊക്കെ ഉള്ളൂ. ചിലപ്പോൾ 500 രൂപ എന്ന് ചില സമയത്ത് പറയുമ്പം അദ്ദേഹം വിചാരിക്കുന്നത് 1945 500 രൂപ എന്നാണ്. ഇപ്പം അമ്മയുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഒരു പിടിയില്ല. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ഈ പിടിച്ചു വെച്ചതും വാരി വെച്ചതെല്ലാം നമ്മളിങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടുന്ന് ദൈവം വിടുള്ളൂ. എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഈ നിലവിളിക്കുന്നത്, ഉണ്ടാക്കിയത്, സമ്പാദിച്ചത് എന്താന്ന് പോലും ഓർമ്മയില്ലാതെ നമ്മളിവിടുന്ന് പോകുള്ളൂ. അപ്പോഴും നിലനിൽക്കുന്ന ഒരു സമ്പത്ത് സ്വർഗത്തിൽ കരുതിയില്ല. നമ്മൾ വെറും മണ്ടന്മാരായിട്ട് ബൈബിളും പിടിച്ചുകൊണ്ടില്ല നടന്ന കുറേ കഥാപാത്രങ്ങളായിട്ട് സ്വർഗത്തിൽ ചെല്ലും. താനോ രക്ഷിക്കപ്പെടും, തീയിലൂടെ എന്ന പോലെ. എത്ര തീയിലൂടെ കടന്നു പോകുമ്പം ഒരൊറ്റ സാധനം പോലും സ്വർഗത്തിൽ പോകുന്ന സാധനം ഉണ്ടാവില്ല. ഞാനിതൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷനിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഞാനൊരു ദിവസം ഇങ്ങനെ ചിന്തിച്ചതാണ്. ഞാനും പൗലോസും കൂടെ കർത്താവിൻ്റെ പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന സീറ്റിന് മുമ്പിൽ നിൽക്കും. കർത്താവ് പൗലോസിനോട് ചോദിക്കും, പൗലോസെ നീ വിശ്വാസിയാണോ?
അതെ. എന്താ വിശ്വസിച്ചത്? നല്ല പോർപ്പൊരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം. ഓക്കെ, കർത്താവ് പറഞ്ഞു നീതിയുടെ കിരീടം നീ കൊണ്ടുവയ്ക്കും. അടുത്ത ഞാൻ ചേച്ചി, നീ വിശ്വാസിയാണോടെ? അതെ. നീ എന്താ വിശ്വസിച്ചത്? നീ എന്നെ ഓരോ ദിവസവും നടത്തും. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. നടത്തി, അത് വിശ്വസിച്ചു, നടത്തി. അപ്പോൾ കർത്താവ്, ഞാൻ നിന്നെ നടത്തിയല്ലോ. നടത്തി. എൻ്റെ മക്കൾക്കൊരു ജോലി ഞാൻ വിശ്വസിച്ചു, കർത്താവ് കൈവിടുകയില്ല. ഇതൊന്ന് കേൾക്കണം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഇതൊക്കെയാണോ വിശ്വാസം? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ന് സഭകളിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഒരാളൊരു വലിയ വീട് വയ്ക്കുന്നു. ഉടനെ വലിയ വീടാണെങ്കിൽ എത്ര വലിയ വീടാണോ അതനുസരിച്ച് സെൻട്രൽ പാസ്റ്റർ, ബിഷപ്പൊക്കെ വരുന്നു. അവിടെ ഇത്രയും നല്ല ഭവനം ഒരുക്കി തന്ന ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ബിരിയാണി കഴിക്കുന്നു. ആ ലിവിങ് റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന സോഫ, അവിടെ ഇരിക്കുന്ന ഭയങ്കരമായ ആഡംബരം, വലിയ ലൈറ്റുകളൊക്കെ കാണുമ്പം ഈ തലയ്ക്ക് മുകളിൽ കൂരയില്ലാത്ത പാവപ്പെട്ട ഒന്ന് രണ്ട് വിശ്വാസികൾ നിങ്ങളോട് അപ്പം നുറുക്കുന്ന ചില സഹോദരങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയും, കർത്താവേ ആ ലൈറ്റിൻ്റെ കാശ് തന്നായിരുന്നെങ്കിൽ ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇട്ടിൻ്റെ വീട് മൂടായിരുന്നു. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ അവർ സ്തോത്രം പറയല. അവരുടെ ഉള്ളിൽ വിഷമമായിരിക്കും. ആ ബിരിയാണിയിലെല്ലാം വേദനയായിരിക്കും. ഒരു കൊച്ചു റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്ദി പറയുമ്പം തോറ്റുപോയ കുഞ്ഞിന് ജീവിക്കണ്ടേ ഈ ലോകത്ത്? അവൻ്റെ അപ്പനും അമ്മയും പറയുന്ന ചീത്ത അവൻ കേട്ടോണ്ടിരിക്കുമായിരിക്കും. എന്നാൽ അതേ സമയത്ത് ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയ കർത്താവെ നിനക്ക് സ്തോത്രം എന്ന് പറയുമ്പോഴോ സഭ എന്തിനാ സ്തോത്രം ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ടല്ല നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ടത്. അവിടെ ആ സഭയിലിരിക്കുന്ന എല്ലാവർക്കും ആമേൻ പറയാവുന്ന സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് നീതി തന്ന, നീതി വസ്ത്രം ഞങ്ങൾ ഉടുപ്പിച്ച കർത്താവെ നന്ദി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആമേൻ പറയാം. അവിടെ വ്യത്യാസമില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, യഹൂദ യവന വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ രക്ഷ ലഭിച്ച എല്ലാവർക്കും ദൈവത്തെ ഒരുപോലെ സ്തോത്രം ചെയ്യാം. അതാ സഭയുടെ പണി ഈ ലോകത്തെ സാധനങ്ങളുടെ കച്ചവടം അല്ല. നിത്യമായ കൃപകളുടെ വിനിമയമാണ്. നിത്യമായ കൃപകൾ, സഭയിലെ ഓരോ വചനവും നിത്യമായ കൃപകളുടെ വ്യാപാരമാണ്. അതിനുവേണ്ടി ശുശ്രൂഷകരെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരായി ദൈവത്തിൻ്റെ സന്നിധി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഈ ഒരു വലിയ ഡൈവേർഷൻ ഉണ്ടായതുകൊണ്ട് ഇന്ന് വീണ്ടും ജനിച്ചവരുടെ എണ്ണം സഭകളിൽ വളരെ കുറവാണ്. IPC ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ്. ആൾക്കാർ വീണ്ടും ജനിച്ചാണോ അറിയത്തില്ല, രക്ഷയെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. നമ്മൾ പിന്നെയും ആൾക്കാർ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നുണ്ടോ, വീണ്ടും ജനിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ മക്കളായി മാറുന്നുണ്ടോ, ഉറപ്പ് പ്രാപിക്കുന്നുണ്ടോ, ധൈര്യമുണ്ടോ, അറിയില്ല. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രിയ സഹോദരങ്ങളെ, നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പോരാട്ടം, ഇത് അന്ത്യം വരെയുള്ളൊരു പോരാട്ടമാണ്. നമ്മൾ പോരാടിയേ പറ്റൂ, ജയിച്ചേ പറ്റൂ. നമ്മുടെ മക്കൾ, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്തുകൊണ്ടാണെന്നല്ലേ വിശ്വാസം നഷ്ടപ്പെടും? നമ്മളൊരു തലമുറകളെല്ലാം പോക്കാ പാസ്റ്റർ, അത് കേൾക്കണം കഥ. ഇവർ പറയുന്നത് എന്താ പോക്കുന്നത്? രാവിലെ ഇവർ പ്രാർത്ഥിക്കാൻ, ബൈബിൾ വായിക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ല, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ല. അവർ TV കണ്ടുകൊണ്ടിരിക്കുന്നു, മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന അവർ അവിശ്വാസികളാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, അവർ ഇന്നത്തെ തലമുറ ഭയങ്കര സത്യസന്ധരാണ്, അവർക്ക് നമ്മുടെ കപടഭക്തി നേരത്തെ മനസ്സിലായിട്ടുണ്ട്. രാവിലെ സഭയിലോട്ട് വന്നിട്ട് നീ മാത്രം മതി, വൈബ്രേഷൻ. ഉച്ച കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം പണം 5 രൂപ കുറഞ്ഞു പോയ വഴക്ക്. കർത്താവ് മാത്രം മതിയെങ്കിൽ പിന്നെ എന്തായി പ്രശ്നം? ഇവർക്കറിയാം കർത്താവ് മാത്രം മതി എന്നൊക്കെ ചുമ്മാ പറയുന്ന. കർത്താവ് ഇല്ലേലും കുഴപ്പമില്ല, മാമോനുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിള്ളേർക്ക് ചെറുപ്പത്തിലേ മനസ്സിലാവും. എന്നിട്ട് അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം അത്? ആരോ അതേന്ന് പറഞ്ഞല്ലോ. അതെ, കാരണം നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ ഈ പിള്ളേർക്ക് എങ്ങനെ രക്ഷയെ വെളിപ്പെടുത്താതെ, കർത്താവ് നമുക്കെന്ന് നിത്യമായ ധനത്തെക്കുറിച്ച് പറയാതെ എങ്ങനെ കുട്ടികൾക്ക് ഈ വിശ്വാസം മനസ്സിലാവും? അതുമാത്രമല്ല, ചെറുപ്പത്തിൽ ഇവരെ പഠിപ്പിച്ചു വയ്ക്കുന്ന വേറൊരു കാര്യമുണ്ട്. മോനെടാ പ്രാർത്ഥിക്കടാ, പ്രാർത്ഥിച്ച പരീക്ഷയ്ക്ക് 1ാം റാങ്ക് തരുന്ന ദൈവം. ഇവൻ പ്രാർത്ഥിച്ച് മടുത്ത് ക്രിക്കറ്റും കാണാതെ ഓഫ് ചെയ്ത് മാർക്ക് കിട്ടണമല്ലോ. അവസാനം പാസ്റ്റർ അന്ന് രാവിലെ, പരീക്ഷയിൽ അന്ന് രാവിലെ പാസ്റ്ററിന് ഒരു ചെറിയ കാശും കൊടുത്ത് പുള്ളിയെ കൊണ്ട് തലയൊക്കെ പിടിച്ച് കുലുക്കിപ്പിച്ച് പ്രാർത്ഥിച്ചു കിട്ടും, കഷ്ടിച്ച് പാസ്. അവിടെ ദൈവത്തെ നിന്ദിച്ച് നിരീശ്വരവാദിയായി നടന്നവൻ 1ാം റാങ്ക്. ഇതെങ്ങനെ സഹിക്കും? ആദ്യത്തെ പ്രാവശ്യമൊക്കെ അവൻ വിചാരിക്കും ഓക്കെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ. പക്ഷേ കുറേ ആയി കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഇതൊക്കെ ചുമ്മാ പേരൻസ് പറയുന്നതാണ്. ഈ പ്രാർത്ഥിക്കുന്നവർക്കാണോ ഈ ലോകത്ത് ജോലി കിട്ടുന്നത്? പ്രാർത്ഥിക്കുന്നവർക്കാണോ ഇവിടെ 1ാം റാങ്ക് കിട്ടുന്നത്? പ്രാർത്ഥിക്കുന്നവർക്കാണോ കാശ് കിട്ടുന്നത്? ഇവിടുത്തെ കാശുകാരൊന്നും പ്രാർത്ഥിക്കുന്നവരല്ല. എല്ലാവരുടെയും വിശ്വാസം കുറേ പോയില്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ അങ്ങനത്തെ വാഗ്ദത്തങ്ങളെ ഇല്ല. ബൈബിളിൽ എവിടെയാ പൗലോസ് പറയുന്നത്? പത്രോസിന് എന്തായാലും ഭാര്യ ഉണ്ടായിരുന്നല്ലോ.
പത്രോസിന്റെ ഭാര്യയും മക്കളെയും മക്കളുടെ ഭാവി ഓർത്തൊക്കെ എവിടെ പ്രാർത്ഥിച്ചേക്കുന്നത്? എവിടെ? തലമുറകൾ ഗൾഫിൽ പോകാൻ വേണ്ടിയും അമേരിക്കയിൽ പോകാൻ വേണ്ടി വിസ കിട്ടാൻ വേണ്ടി ഏത് ഉപദേശിയാണ് പ്രാർത്ഥിച്ചേക്കുന്നത്? ബൈബിളിൽ എവിടെ അങ്ങനെ ഒരു വിഷയമുള്ളത്? എവിടെ അങ്ങനെ ഒരു വാഗ്ദത്തം ഉള്ളത്? നിങ്ങളുടെ പിള്ളേർ പഠിച്ച റാങ്ക് കിട്ടും, പഠിക്കാതെ പ്രാർത്ഥിച്ച റാങ്ക് കിട്ടുന്നു, ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടോ? ഇല്ലാത്ത പ്രോമിസ് ഈ പിള്ളേർക്ക് കൊടുത്തിട്ട് അവരുടെ ഉള്ള വിശ്വാസം കൂടെ കളയല്ലേ ചെയ്തത്? ഇങ്ങനെ ഒരു ദേഷ്യം വരുന്നുണ്ടോ? ഇനി യഥാർത്ഥ രക്ഷയൊന്ന് പഠിപ്പിച്ചു നോക്കി, പറഞ്ഞു കൊടുത്തു നോക്കി. നമുക്ക് ജീവിച്ചാലും മരിച്ചാലും സ്വർഗത്തിൽ നമുക്കൊരു കർത്താവ് ഉണ്ടെന്ന് പഠിപ്പിച്ച് ഈ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു നോക്കി. അവർ ജീവിതത്തിൽ എവിടെ പോയാലും ആ കർത്താവിനെ ഒരു മറക്കത്തില്ല. കാരണം അവരന്വേഷിക്കുന്നത് ലോകത്തെ അല്ല, ക്രിസ്തുവിൻ്റെ ധനത്തെയാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് വലിയൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്, ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. എങ്ങോട്ടാണെന്നറിയോ? രക്ഷാകരമായ വിശ്വാസത്തിലേക്ക്. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഞാൻ അന്വേഷിക്കുന്നത് അവൻ്റെ തേജസ്സാണ്. എന്താ പ്രത്യാശയുടെ നിർവചനം? റോമാലേഖനം 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. എന്തിനു വേണ്ടിയാ? തേജസ്സോടെ എടുക്കപ്പെടുന്ന ദിവസത്തിന് വേണ്ടി ഉള്ളിൽ ഞെരങ്ങുന്നു. ഈ ഞെരക്കത്തെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശ ഉള്ള ഒരാൾ എപ്പോഴും കർത്താവിൻ്റെ പ്രസൻസിലാണ് ജീവിക്കുന്നത്. അവൻ ആഹാരത്തെക്കുറിച്ച് വറിയേണ്ട. നാളെ ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് സ്വന്തമായിട്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റോ ഒരു ഇഞ്ച് ഭൂമിയോ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒരിടത്തുമില്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ അങ്ങ് പോയാൽ എൻ്റെ മക്കളുടെയും ഭാര്യയുടെ അവസ്ഥ എന്താ? എങ്ങോട്ട് പോകും? ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ അവരെ നോക്കുന്നത് നീയാണോ? ഞാൻ ചോദിച്ചു, അല്ല, കർത്താവ് തന്നെയാണ്. അപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്യും? കർത്താവ് നോക്കിക്കോളും. കാരണം അപ്പം സ്വർഗത്തിലുണ്ടെങ്കിൽ ഇവിടെ മക്കൾ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. അവനറിയാം എവിടെ വേണം, എന്ത് ചെയ്യണം, അല്ലേ? അപ്പോൾ അപ്പൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ആ വഴി അങ്ങോട്ട് പോയാൽ ബിരിയാണി, ഈ വഴി ഇങ്ങോട്ട് പോയാൽ കഞ്ഞിയും പയറുമാണ്. നിങ്ങൾ ഏത് വഴിക്കായിരിക്കും പോകുന്നത്? എല്ലാ മലയാളികളും പറയും ഞങ്ങൾക്ക് കഞ്ഞിയും പയറും മതി, പക്ഷെ തക്ക സമയത്ത് ഒരു ബിരിയാണി കഴിക്കുള്ളൂ. ഞങ്ങളുടെ മോളുടെ കല്യാണത്തിൻ്റെ സമയത്ത് 125 പേരെ ഞങ്ങൾ വിളിച്ചത്. കുറേ നാളുകളായി, അതുകൊണ്ട് നിങ്ങളെന്ന് വിളിക്കാൻ ഞാൻ 125 പേരെ വിളിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, ഊണ് വേണോ ബിരിയാണി വേണോ? ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഊണുണ്ട്, എവിടെയായാലും ഊണ് കിട്ടും, ബിരിയാണി ആൾക്കാർ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 125 ഊണും അല്ല ബിരിയാണിയും 25 ഊണും ഉണ്ടാക്കാം എക്സ്ട്രാ. നിങ്ങൾക്കറിയാം, ബാക്കി വന്ന മുഴുവൻ ആ 25 ഊണാണ്. അതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേരം ഞങ്ങൾ ബിരിയാണി വേണ്ട, ഊണ് മതി. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഓക്കെ, എന്തേലും ആട്ടെ. ഇപ്പോൾ ബിരിയാണി ഉണ്ടെങ്കിൽ അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ, അല്ലേ? VD സതീശനോട് ഉണ്ടെന്ന് വിചാരിച്ചോ, മുഖ്യമന്ത്രി. പുള്ളി പറയാം, ഓ ബിരിയാണി ഒന്നും വേണ്ട, ഞാൻ ഇത്തിരി കഞ്ഞി കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ കഞ്ഞി കുടിക്കാൻ 4-5 പേരെങ്കിലും പോകില്ലേ? മുഖ്യമന്ത്രിയുടെ കഞ്ഞി കുടിച്ചു നാളെ പറയാൻ മേലേ? പോകില്ലേ? അപ്പോൾ കഞ്ഞിയിലും ബിരിയാണിയിലും അല്ല കാര്യം, കൂടെ ആരാ ഉള്ളതെന്നുള്ളതാണ് കാര്യം, അല്ലേ? അപ്പോൾ മണിമാളികയിലാണോ കുടിലാണോ എന്നുള്ള പ്രശ്നമില്ല. ഈ ആളവിടെ ഉണ്ടോ എന്നുള്ള, ആരാ? നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്, നമ്മുടെ രാജാവ് അവിടെ ഉണ്ടോ എന്നുള്ളത് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, അല്ലേ? അപ്പോൾ യഥാർത്ഥ ആനന്ദം തരുന്നത് അതുമല്ല ഇതുമല്ല, നമ്മുടെ കൂടെയുള്ള കർത്താവാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു നാളും നമ്മളെ പിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ചിന്തിക്കുകയാണ്, എൻ്റെ കൂടെ കർത്താവൊന്നുമില്ല, പിരിഞ്ഞു പോയി എന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷേ അവൻ വാക്ക് പറഞ്ഞു ഒരിക്കലും മാറുന്നില്ല. നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ അലസത നിമിത്തം, നമ്മുടെ ഉറക്കം നിമിത്തം നമുക്ക് തോന്നും കർത്താവ് നമ്മളെ വിട്ടുപോയെന്ന്. പക്ഷെ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി അവൻ്റെ സന്നിധിയിൽ നിർത്തുന്നത് വരെയും കർത്താവ് നമ്മുടെ കൂടെ ഈ പണി, ഈ ഡിസിപ്ലിനിങ്, അടി, വഴക്ക്, സ്നേഹം, കെട്ടിപ്പിടുത്തം എല്ലാം കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മക്കളാണ്. മക്കളെങ്കിലോ അവകാശികൾ. എന്തിൻ്റെ അവകാശികളാണ്? ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം കൂട്ടവകാശികളാണ്. സഭയിൽ വരുന്ന ഓരോ വിശ്വാസികളും പഠിക്കേണ്ട ആ അവകാശത്തെക്കുറിച്ചാണ്, ഭൂമിയെക്കുറിച്ചല്ല, ലോകത്തെക്കുറിച്ചല്ല. കാരണം ഈ ലോകം നശിച്ചു പോകുന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന വേദപുസ്തകം. ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. അടുത്ത വർഷം നന്നാകുമെന്നോ അതിൻ്റെ അടുത്ത വർഷം നന്നാകുമെന്നോ ഒരു പ്രതീക്ഷ എനിക്കില്ല. അടുത്ത മൊമെൻറ്റിൽ ജീവിച്ചിരിക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ല. അത്ര നിസാരമായതും നീങ്ങിപ്പോകുന്നതുമായ ക്ഷണികമായ ഒരു ജീവിതത്തെ നടക്കുന്നുണ്ട്. കർത്താവ് പറയാം, നിൻ്റെ പേര് ഞാൻ ഒരിക്കലും അവസാനിക്കാത്തൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. അതിലും വലിയൊരു കാര്യമില്ല, അതിലും വലിയൊരു ഹുക്കും നമുക്ക് ലഭിക്കാനില്ല. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് വിശ്വാസത്തിൻ്റെ ധൈര്യമുണ്ട്?
സ്വർഗത്തിൽ പോവുക? നമ്മൾ മക്കളാണോ? എത്ര ഉറപ്പ് പോരാൻ തോന്നുന്നു. പക്ഷെ ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതിനെയാണ് വിശ്വാസം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇപ്പോൾ വിശ്വാസത്തോടുള്ള പോരാട്ടം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. പല പാസ്റ്റർമാരും ഒന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വിശ്വാസം ഉള്ളതും കൂടെ അങ്ങ് പോവുക. അവർ പറയും അനുഗ്രഹം കിട്ടാത്തത് നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറയും. ഞങ്ങളുടെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. ഭർത്താവൊക്കെ പ്രവാചകൻ, വലിയ പാസ്റ്റർ, പ്രാർത്ഥനക്കാരാണ്. ഭർത്താവ് പറഞ്ഞു, ഇങ്ങനെ നിനക്ക് ക്യാൻസർ വരേണ്ടതല്ല, പ്രാർത്ഥിക്കാത്ത നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ക്യാൻസർ വന്നത്, അതുകൊണ്ട് വിശ്വസിച്ചാൽ ക്യാൻസർ മാറും. പുള്ളിക്കാരി വിശ്വസിച്ചു, മാറിയില്ല. കാരണം ദൈവത്തിൻ്റെ സമയം എന്ത് അസുഖം വന്നാലും എന്ത് വിശ്വസിച്ചാലും കർത്താവ് കൊണ്ടുപോകും. ഇല്ല, ഒരു മടി അത് പറയാനേ. നമുക്കെന്ത് പോകാൻ എന്താ വിഷമം അല്ലേ? കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം അനേകം ആളുകൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ചിലർ ഇപ്പോഴും ഞരങ്ങി മൂളി ആശുപത്രി കിടക്കുമ്പം ജീവനുള്ളവർ ദേശമായ ചെന്നിത്തലയിൽ ഞങ്ങളെ ശേഷിപ്പിച്ചു. നമ്മൾ കർത്താവിൻ്റെ എന്താ പറഞ്ഞില്ലേ? കർത്താവ് അനേകം വിശുദ്ധന്മാരെ നീ കഴിഞ്ഞ ആഴ്ച നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പം ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് എങ്ങും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടേന്, എത്ര നന്ദി പറഞ്ഞാലും എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ ആയുസിനെ നമ്മൾ വല്ലാതെ വില മതിക്കുന്നു, പേടിക്കുന്നു പോകുമെന്ന്. അപ്പോൾ പ്രവാചകന്മാർ എന്നിട്ട് നിന്നെക്കുറിച്ച് പ്രാർത്ഥിപ്പോൾ ഒരു ശവപ്പെട്ടിട്ടുണ്ട്, അയ്യോ പ്രവാചകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, അപ്പോൾ പെട്ടെന്ന് എനിക്ക് കർത്താവിൻ്റെ അടുത്ത് എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ശക്തി അതോടെ തീർന്നില്ലേ? പേടിപ്പിക്കുന്ന പരിപാടി അതോടെ അവസാനിച്ചില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ധൈര്യമായി നിത്യമായ സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ആർക്കും നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ആ വൃതന്മാരെ കർത്താവ് തന്നെയാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും ഈ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ സഹോദരങ്ങളെയും വിശ്വാസത്തിൽ വളർത്തുവാനും നിത്യതയുടെ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവരാക്കുവാനും സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും ദൈവം ഓരോ സഭയെയും അവരുടെ ശുശ്രൂഷിക്കുന്നവയെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമുക്ക് എല്ലാവർക്കും, എനിക്കുൾപ്പെടെ, ജീവനും വെളിച്ചവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചതിനായി, വീണ്ടെടുത്തതിനായി, ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും എന്നേക്കുമായി നീതി വസ്ത്രം അണിയിക്കുക അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ മാറ്റം ചെയ്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ധൈര്യമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാൻ, ഉറപ്പോടെ അങ്ങയുടെ പിന്നാലെ വരുവാൻ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കളെന്ന അവകാശത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.